ആശീർവാദ വചനമായതുകൊണ്ട് ഈ സെഷൻ്റെ തലക്കെട്ടതാണ് ആശീർവാദം, ബെനഡിക്ഷൻ, ആശീർവാദം. സ്പാനിഷിൽ ബെന്തിസിയോൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ബി ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെടുക എന്നാണ് അർത്ഥം. ബെന്തിസിയോൻ, സ്തോത്രം. ആ ബെന്തിസിയോൻ ഏത് വാക്ക്? ബ്ലെസ്സിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. സോ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിച്ചിരിക്കുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 3:9 അങ്ങനെ പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആരാലും ശപിക്കപ്പെടുവാനല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ എന്തിനു വേണ്ടി? അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് ഈ അനുഗ്രഹം നമുക്ക് കടന്നു വരുന്നത്. ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. നാം കേട്ടിട്ടുണ്ട്, ദൈവത്തിന് ഉപേക്ഷിപ്പാൻ കഴിയത്തില്ല, ദൈവത്തിന് നമ്മെ പൊളിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന് നമ്മെ മറക്കാൻ കഴിയത്തില്ല, അതുപോലെ ദൈവത്തിന് നമ്മെ ശപിപ്പാനും കഴിയത്തില്ല. കാരണം ദൈവം രണ്ട് പക്ഷത്തിൽ നിൽക്കത്തില്ല. അവൻ ആച്ഛാദനങ്ങളില്ലാത്ത ദൈവമാണ്. അതെ, ദർ ഈസ് നോ ഷിഫ്റ്റിംഗ് ഓൺ ഷാഡോ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതുകൊണ്ട് ദൈവം ഒന്നിനെ പോലെ നിറം മാറാത്തവനായതുകൊണ്ട് ഒരിക്കൽ ദൈവം തിരഞ്ഞെടുത്താൽ പിന്നെ ദൈവം ഉപേക്ഷിക്കുന്നില്ല, ഒരിക്കൽ ദൈവം ചേർത്തുകൊണ്ടാൽ ഒരിക്കൽ തള്ളിക്കളയുന്നില്ല, ഒരിക്കൽ ഉയർത്തിയാൽ 4 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ദൈവം താഴ്ത്തുന്നില്ല, ഒരിക്കൽ അനുഗ്രഹിച്ചാൽ ദൈവം പിന്നെ ഒരിക്കലും ശപിക്കുമെന്നുമില്ല. അതുകൊണ്ട് ദൈവകൃപയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എഫേസ്യ ലേഖനം 1:3 പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ. അതുപോലെ മറ്റൊരു അനുഗ്രഹമാണ് ഗലാത്യ ലേഖനം 3:13 പറയുന്നു, അബ്രഹാമിൻ്റെ സകല അനുഗ്രഹവും ക്രിസ്തു യേശുവിലൂടെ നമുക്ക് വന്നിരിക്കുകയാണ്. മിനിമം 2 സെറ്റ് ഓഫ് അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ 2 തോളിൽ നിങ്ങൾ ചുമന്ന് നടക്കുന്നത്. 2 ഷോൾഡർ ഉണ്ടല്ലോ അല്ലേ? ഒരു വശത്ത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം പറഞ്ഞാട്ടെ, എന്താണ് അനുഗ്രഹം? ആത്മീയ അനുഗ്രഹം. മറുവശത്ത് തോള് ഒഴിഞ്ഞു കിടക്കുകയല്ല, മറ്റേ ഷോൾഡറിൽ എന്തുകൊണ്ട്? അബ്രഹാമിൻ്റെ അനുഗ്രഹമുണ്ട്. അതിൽ പലതും ഭൗതിക അനുഗ്രഹമാണ്. അതുകൊണ്ട് ആത്മീയ അനുഗ്രഹമുണ്ട്, മറുവശത്ത് ഭൗതിക അനുഗ്രഹമുണ്ട്. അല്ലാതെ ആത്മാവിൽ മാത്രം അനുഗ്രഹിച്ച് കീറിയ പൊക്കറ്റോടും തകർന്ന ജീവിതത്തോടും ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിതമല്ല. പകരം പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ, നിങ്ങൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ 3 യോഹന്നാൻ 2 പറയുന്നു, സ്തോത്രം. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ, ആത്മാവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ആശീർവാദ അനുഗ്രഹമാണ്. ഒരുപക്ഷെ പേഴ്സണലി എന്നോട് ചോദിച്ചാൽ പല ആശീർവാദങ്ങൾ ബൈബിളിൽ അറിയാമെങ്കിലും യൂദയുടെ ലേഖനം 1:24-25 എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു അനുഗ്രഹ വചനമാണ്. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരും ആമേൻ പറഞ്ഞേ. ഇതേപോലെ തന്നെ 3500 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ ജനം കടന്നു വന്ന് യാഗം കഴിക്കാറുണ്ട്. നമ്മൾ ഇന്നലെ കേൾക്കുകയുണ്ടായി. എത്ര യാഗങ്ങളാണുള്ളത്? 5 യാഗങ്ങളാണുള്ളത്. ആ 5 യാഗങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പാപയാഗം, പിന്നെ എന്താണ്? അകൃത്യയാഗം, സമാധാനയാഗം, ഭോജനയാഗം, പിന്നെ ഹോമയാഗം. ഇങ്ങനെ നിങ്ങൾ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഇങ്ങനെ 5 യാഗങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. ഇങ്ങനെ ഈ 5 യാഗങ്ങളെ കഴിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ജനം മടങ്ങുമ്പോൾ പുരോഹിതൻ നോക്കി ഇതേപോലെ വിരലുകളെ പിണച്ചുവെച്ച് ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിക്കാറുണ്ട്. 2 കരങ്ങളിലെ വിരലുകളെ ഇതുപോലെ പിണച്ചുവെച്ച് 3 അനുഗ്രഹങ്ങളെയാണ് പറയുന്നത്. 3 അനുഗ്രഹങ്ങളെയാണ് ഈ വിരലുകൾ, സ്തോത്രം, അത് അർത്ഥമാക്കുന്നത്. സംഖ്യാപുസ്തകം 6:24, 25, 26 വാക്യങ്ങളിൽ ഇസ്രായേൽ സഭ സ്ഥിരം കേൾക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ വേദപുസ്തകം പറയുന്നു. ഇസ്രായേൽ സഭ കേൾക്കുന്നതായ അനുഗ്രഹങ്ങൾ ഏതാണ്? യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. സോ അനുഗ്രഹ വചനങ്ങളിൽ 3 വാക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. അനുഗ്രഹം, പിന്നെ 2ാമത് കൃപ, 3ാമത് സമാധാനം. അങ്ങനെ
ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി നിർമ്മിച്ച ആലയമാകട്ടെ, അതിനു മുൻപ് ദാവീദിൻ്റെ കൂടാരമാകട്ടെ, അതിനും വളരെ മുൻപ് മോശയുടെ കൂടാരമാകട്ടെ, അവിടെയൊക്കെ പുരോഹിതന്മാർ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന വചനമാണ് സംഖ്യ 6, 24, 25, 26. ഇനി സ്ഥിരം പുതിയ നിയമസഭയിലായിരിക്കുന്ന നമ്മൾ കേൾക്കുന്ന മറ്റൊരു അനുഗ്രഹ വചനം കൂടെ നമുക്കറിയാം. ഞായറാഴ്ച നിങ്ങൾ സഭയിൽ വരുന്നവരാണെങ്കിൽ, വരാത്തവർക്ക് അതറിയത്തില്ല, വരുന്നവരാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കറിയാം. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം അനുസരിച്ചാണ് അനുഗ്രഹിക്കുന്നത്. ആ വചനത്തിലും 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ മുഴച്ചു നിൽക്കുന്നു. പഴയ നിയമത്തിൽ 3 വാക്കെന്ന് ഞാൻ പറഞ്ഞു: അനുഗ്രഹം, കൃപ, സമാധാനം. ഇതുപോലെ പുതിയ നിയമസഭയിലുള്ള അനുഗ്രഹത്തിലും 3 വ്യക്തിത്വങ്ങൾ മുഴച്ചു നിൽക്കുന്നു. അത് മറ്റാരുമല്ല, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ആ 2 കൊരിന്ത്യർ ലേഖനം 13-14 ആ അനുഗ്രഹ വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആരും ആമേൻ പറഞ്ഞ് പുറത്തു പോകല്, പ്രസംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണമേ, സ്തോത്രം. ഇതുപോലെ പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും പുതിയ നിയമത്തിൽ മിക്കവാറും ഭാഗങ്ങളിലും ഭയങ്കരമായ അനുഗ്രഹിക്കപ്പെട്ടതായ അനുഗ്രഹ വചനം ഉണ്ട്. സോ ഇതാണ് കോൺസെപ്റ്റ്. സ്തോത്രം. ദൈവിക മർമ്മം ഇതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തത്വം ഇതാണ്. ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി മടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ പോകണം? നിങ്ങൾ വെറും കൈയോടെ പോകരുത്, പകരം അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങൾ പോകണം. മറ്റൊരർത്ഥത്തിൽ അനുഗ്രഹം ചുമന്ന് നടക്കണം. കൊറോണയല്ല ചുമന്ന് നടക്കേണ്ടത്, പകരം നിങ്ങൾ അനുഗ്രഹത്തെ ചുമന്ന് നടക്കണം. ഈ ദിവസങ്ങളിൽ കുറേ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്: അന്യ സംസ്ഥാന തൊഴിലാളി, സാമൂഹിക അകലം, സാനിറ്റൈസർ. ഒരു 2 കൊല്ലം മുമ്പ് ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അതുപോലെ ഒന്നാണ് കാരിയർ. നമ്മൾ പണ്ടേ കാരിയറാണ്. കൊറോണ വന്നപ്പോഴാണ് അവർ കാരിയറായത്. നമ്മൾ പണ്ടേ കാരിയറാണ്. എന്തോ കാരിയറാണ്? സ്തോത്രം. നമ്മൾ അനുഗ്രഹത്തിൻ്റെ കാരിയറാണ്. നമ്മൾ അനുഗ്രഹങ്ങളെ ചുമക്കുന്നവരാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങളെ ചുമക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെടുവാൻ. സ്തോത്രം. യൂദയുടെ ലേഖനം അവസാന വാക്ക് അനുഗ്രഹ വചനത്താൽ ഇത് അവസാനിച്ചിരിക്കുകയാണ്. ജീവിതം അവസാനിക്കുന്നത് ഏറ്റവും നല്ല അനുഗ്രഹത്താൽ ആയിരിക്കുകയാണ്. ഏറ്റവും നല്ല അനുഗ്രഹത്താലാണ് സ്തോത്രം ജീവിതം ആരംഭിക്കേണ്ടത്. അതെ, പൊതുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പോരാടുവാൻ വേണ്ടി നിങ്ങൾക്ക് എഴുതണമെന്ന് തോന്നിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ തകർന്നവരും പ്രശ്നങ്ങൾ വീണവരും പ്രശ്നങ്ങളിൽ അവസാനിച്ചവരെയും ഒക്കെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ 16 ആഴ്ചകളിലോ മറ്റോ നമ്മൾ കേൾക്കുകയുണ്ടായി. സ്തോത്രം. അതെ, പ്രശ്ന നിവാരണത്തിന് വേണ്ടി തുടങ്ങി അവസാനം ഭയങ്കര അനുഗ്രഹങ്ങളിൽ അവസാനിക്കുന്നതാണ് സ്തോത്രം ഈ ലേഖന ഭാഗം. എൻ്റെ പ്രശ്നം തീരണം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ചർച്ച വരുന്നത്. നമ്മൾ ആദ്യം ചർച്ച വന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം തീരണം, രോഗം തീരണം, കടഭാരം പോകണം, എക്സെട്ര. പ്രശ്ന നിവാരണത്തിന് വേണ്ടിയാണ് പലപ്പോഴും കർത്താവിനെ ഭൂരിപക്ഷം ആൾക്കാരും സ്തോത്രം കണ്ടുമുട്ടുന്നത്. ആ പ്രശ്നങ്ങളിൽ നിന്ന് നിവാരണമുണ്ട്. അവൻ നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുന്ന കർത്താവാണ്. ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിന് പരിഹാരമുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ് ദൈവം. പ്രശ്നങ്ങളുമായിട്ടാണ് കർത്താവിൽ കണക്ട് ചെയ്യുന്നത്. എന്നാൽ സ്തോത്രം, കർത്താവിൽ കണക്ട് ചെയ്ത് പണിയപ്പെട്ട് വീണുപോകാതെ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹ ദിവസങ്ങളും നിമിഷങ്ങളുമായിട്ടാണ് ഒരു ഭക്തൻ്റെ ആത്മീയ ജീവിതം അവസാനിക്കുന്നത്. അതുകൊണ്ട് ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ആ വാക്യം ഇവിടെ കിടക്കുന്നു, സഭാപ്രസംഗി 7:8. എല്ലാവരും പറഞ്ഞാട്ടെ, ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. ഒരിക്കൽ കൂടെ, ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. ഇതുപോലെയുള്ളതായ വേറൊരു അധ്യായവും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 3 അധ്യായമേ ആ മൈനർ പ്രോഫിറ്റിലുള്ളൂ. സ്തോത്രം. അതെ, ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവസാനത്തെ ഹെഡിങ് നോക്കുമ്പോഴും, അതിൻ്റെ അവസാനത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോഴും, ആദ്യത്തെ ഹെഡിങ് നിങ്ങൾ നോക്കുമ്പോൾ, ആദ്യത്തെ തലക്കെട്ട് നോക്കുമ്പോഴും, അവസാനത്തെ വാചകം നോക്കുമ്പോഴും ഭയങ്കര രസമാണ്. അതിൻ്റെ ആരംഭം നോക്കുമ്പോൾ വിഭ്രമരാഗത്തിൽ ആണ് പുള്ളി തുടങ്ങുന്നത്. ഹബക്കൂക്ക് 3:1 പറയുന്നു, വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതം. മിക്കവാറും പ്രവാചകന്മാർ പ്രവചനം പറയുന്നവർ മാത്രമല്ല, പ്രവചനം പാടുന്നവരായിരുന്നു. മോശ പാടിയ പാട്ടായിരുന്നു 90-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം. മോശ നല്ലൊരു എഴുത്തുകാരൻ മാത്രമല്ല,
പ്രവചിക്കുന്നവൻ മാത്രമല്ല, അവനൊരു പാട്ടുകാരനുമായിരുന്നു. അതുപോലെ ദാനിയേൽ പ്രവചിച്ച മെശിഹ പ്രവചനങ്ങളുണ്ട്, പല പല പ്രവചനങ്ങളുണ്ട്. ദാനിയേലിൻ്റെ മറ്റൊരു പേര് തന്നെ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്നാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗർ ആയിരുന്നു ദാനിയേൽ. അതേസമയത്ത് മോശ പ്രവാചകനായിരുന്നു, പാട്ടുകാരനായിരുന്നു. ദാനിയേലും പ്രവാചകനായിരുന്നു, പാട്ടുകാരനായിരുന്നു. മൂന്നാമത് ഒരാളിനും കൂടെ പറയാം, ഹബക്കൂക്കും പ്രവാചകനായിരുന്നു. ഇവിടെ അവനും നന്നായി പാടുകയാണ്. പക്ഷേ ആ പാട്ട് തുടങ്ങിയപ്പോൾ മോശമായിരുന്നു. വിഭ്രമരാഗത്തിലാണ് തൻ്റെ ആ 3-ാം അധ്യായം ആരംഭിച്ചത്. വിഭ്രമരാഗത്തിൽ ഭ്രമിച്ചാണ് തുടങ്ങിയത്. ഈ കാലഘട്ടത്തിൽ സ്തോത്രം, ഈ പാൻഡമിക് കണ്ടീഷനിൽ പലരും ഭ്രമിച്ചിരിക്കുന്നത് പോലെ ഭ്രമിച്ചാണ് പലരും തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ അവസാനം നോക്കിക്കേ, ആ 3-ാം അധ്യായം അവസാന വാക്യം നോക്കുമ്പോൾ സ്തോത്രം, അത് തന്ത്രിനാദത്തോടെ 19-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികൾ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അടുത്ത സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ, ഒരിക്കൽ കൂടെ, സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ എന്ന് പറഞ്ഞാൽ, തന്ത്രിനാദം എന്ന് പറഞ്ഞാൽ വിത്ത് ഫുൾ ഓർക്കസ്ട്ര. അന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉള്ളത്? കൈത്താളമായിരിക്കാം, തമ്പുരുവായിരിക്കാം, അതായത് ഹാർപ്പായിരിക്കാം, സ്തോത്രം, ഇങ്ങനെ എന്തൊക്കെ ഇൻസ്ട്രുമെൻസ് ഉണ്ടോ ആ ഫുൾ ഓർക്കസ്ട്ര അവിടെ ആ മുഴുവൻ സംഗീത ഉപകരണങ്ങളും അവിടെ ഉപയോഗിക്കപ്പെടുകയാണ്. ദൈവം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും എബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കൃപയും താലന്തും തന്നിട്ടുണ്ടെങ്കിൽ, ഒന്നും തുരുമ്പ് പിടിച്ചല്ല എൻ്റെ നിങ്ങളുടെ ജീവിതം അവസാനിക്കേണ്ടത്. അത് മുഴുവൻ പൂർവാധികം കൃപയോടുകൂടെ തന്ത്രിനാദത്തോടെ മുഴുവൻ ഉപയോഗിച്ച് വേണം നമ്മുടെ ജീവിതം അവസാനിപ്പാൻ. ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. അല്ലാതെ പണ്ടുണ്ടായിരുന്നു അത് കളഞ്ഞുപോയെന്നോ, പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയതുപോലെ ഭരിക്കുന്നില്ലെന്നോ, പണ്ട് സിംഹമായിരുന്നെന്നോ ഇപ്പോൾ പണ്ട് സ്തോത്രം അതെ സിംഹമായിരുന്നെന്നോ ഇപ്പോൾ ചത്തുപോയെന്നോ എന്നൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റവും നല്ലതായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ വീണവരുടെ പല ചരിത്രങ്ങൾ യൂദാ അപ്പോസ്തലൻ പറയുകയാണ്, അല്ലെങ്കിൽ യൂദാ ലേഖകൻ വീണവരുടെ ചരിത്രം പലരെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. കയ്യനാണ് ആയിരിക്കാം, കോരഹായിരിക്കാം, പിന്നെ ബിനിയാമായിരിക്കാം. അങ്ങനെ വീണ ഒത്തിരി പേരുടെ ചരിത്രങ്ങളും അവരുടെ ജീവിതം ഈ ആഹാരത്തിൽ മറഞ്ഞു കിടക്കുന്നതായ പാറക്കഷ്ണങ്ങൾ പോലെ, സദ്യയിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കഷ്ണങ്ങൾ പോലെ. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു 4 കല്ല് കടന്നാൽ എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് അല്പം പോലും ആസ്വദിപ്പാൻ കഴിയത്തില്ല. ഇതുപോലെ മറഞ്ഞു കിടക്കുന്ന കഷ്ണങ്ങൾ പോലെ ദൈവത്തിന് പ്രിയമല്ലാത്ത ആത്മീയ ജീവിതം, ദൈവത്തിന് സ്വീകാര്യതയല്ലാത്ത ആത്മീയ ജീവിതം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. പുറമേ നോക്കുമ്പോൾ വിശ്വാസിയാണ്, ദൈവദാസിയാണ്. പക്ഷേ അതിൽ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ടെങ്കിൽ അത് എത്ര അസ്വസ്ഥതയായിരിക്കും, അസ്വീകാര്യതയായിരിക്കും ദൈവത്തിന് ഉളവാക്കുന്നത്. അങ്ങനെ വീണുപോയവരുടെ ചരിത്രം പറയുകയാണ്. സ്തോത്രം. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞു, ബുധനാഴ്ചകളിൽ വിശ്വാസത്യാഗത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യൂദായുടെ ലേഖനം. കാരണം പലരുടെയും അടിസ്ഥാനങ്ങൾ പാറമേലല്ല, പലരുടെയും അടിസ്ഥാനങ്ങൾ സ്തോത്രം അതെ മണലിന്മേലാണ്. പലരുടെയും അടിസ്ഥാനങ്ങൾ പാറമേലല്ല. പാറയിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കൊറോണയല്ല, എല്ലാ കൊറോണയും കൂടെ വന്നാലും ദൈവകൃപയിൽ നിൽക്കും. എന്നാൽ മണലിന്മേലാണെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴ മതി അവിടെ വിശ്വാസ ജീവിതം പോകാൻ. ചെറിയൊരു ചാറ്റൽ മഴ മതി അവിടെ സഭായം ഉഴപ്പാൻ. ചെറിയൊരു പ്രശ്നം മതി അവിടെ കുടുംബ പ്രാർത്ഥന നിൽക്കാൻ. ചെറിയ കാര്യാദികൾ മതി അവിടെ പാട്ടും പ്രാർത്ഥനയും ആത്മീയമെല്ലാം താഴ്ത്തി വെക്കാൻ. കാരണം പലരുടെയും അടിസ്ഥാനങ്ങൾ അത് ഇങ്ങനെ മണലിന്മേലാണ്. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആണോ എന്നറിയുന്നത് നിങ്ങൾക്ക് പല വിധത്തിലുള്ളതായ പ്രോബ്ലംസ് കടന്നു വരുമ്പോഴാണ്, വളരെ പ്രോബ്ലംസ് കടന്നു വരുമ്പോഴാണ്, അല്ലെങ്കിൽ ശോധനകൾ കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ നാം തകർന്നു പോകാനല്ല, നിൽക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത്. നിൽക്കുന്നവർ, സ്തോത്രം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പം നമ്മളെ സൂക്ഷിക്കുകയാണ്. ചിലരുടെ വർത്തമാനം കേട്ടാൽ കർത്താവിനെ എവരാണ് സൂക്ഷിക്കുന്നതെന്ന് തോന്നും, സഭയെ എവരാണ് സൂക്ഷിക്കുന്നത് തോന്നും. അങ്ങനെയല്ല. പകരം എന്താണ്? നമ്മളെ കർത്താവ് സൂക്ഷിക്കുകയാണ്.
നമ്മളെ കർത്താവ് സൂക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ആനപ്പുറത്ത് ഒരു ഉറുമ്പിരിക്കുന്നത് പോലെ, ഉറുമ്പ് സുരക്ഷിതമായിരിക്കുന്നു എന്നതുപോലെ കർത്താവിൽ നമ്മെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മുടെ വാചകങ്ങളും ഒക്കെ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. സ്തോത്രം. എന്താ നമ്മൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്? സ്തോത്രം. ഒരിക്കലും നമ്മിലല്ല നമ്മൾ പ്രശംസിക്കേണ്ടത്. നമ്മുടെ ഉപവാസത്തിലോ നമ്മുടെ വെള്ളവസ്ത്രത്തിലോ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ അറിവിലോ അല്ല പ്രശംസിക്കേണ്ടത്. പകരം കർത്താവിലാണ് പ്രശംസിക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടത് തന്നെ. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കണം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, കർത്താവിൽ പ്രശംസിക്കണം. പറഞ്ഞേ, കർത്താവിൽ പ്രശംസിക്കണം. സ്തോത്രം. ഗമാലിയൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനാണ് പൗലൂസ്. പരീശനാണ്. സ്തോത്രം. വലിയ ധനികനാണ്, ഭയങ്കര അറിവുള്ളവനാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, മാസ്റ്റേഴ്സ് അല്ല, പല PhDക്ക് യോഗ്യതയുള്ളവനായിരുന്നു പൗലൂസ്. പക്ഷേ തനിക്ക് പ്രശംസിപ്പാൻ വെളിപ്പാടും ശുശ്രൂഷയും 9 കൃപാവരങ്ങളും അതിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പൗലൂസ് ഇങ്ങനെയാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 6:14, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്നലെ പോയ ഭൂതത്തിന്മേലല്ല ഞാൻ പ്രശംസിക്കുന്നത്. എൻ്റെ റൂമാൽ കൊണ്ടിട്ട് സൗഖ്യമായതായ ക്യാൻസറിലോ മറ്റ് മാരക രോഗങ്ങളിലോ അല്ല ഞാൻ പ്രശംസിക്കുന്നത്. അർത്ഥം, ഡെലിവറൻസിലല്ല എൻ്റെ പ്രശംസ, ഹീലിങ്ങിലല്ല എൻ്റെ പ്രശംസ, പ്രോഫസിയിലല്ല എൻ്റെ പ്രശംസ, വചനപരിജ്ഞാനത്തിലല്ല എൻ്റെ പ്രശംസ, പ്രസംഗത്തിലല്ല എൻ്റെ പ്രശംസ. ഞാൻ രാജാവിൻ്റെ മുൻപിൽ നിന്ന് പ്രസംഗിച്ച് അഗ്രിപ്പാ രാജാവിനെ അങ്ങ് വിറപ്പിച്ചു കളഞ്ഞു എന്ന വാചകമടിയിലല്ല എൻ്റെ പ്രശംസ. പകരം ഞാൻ പ്രശംസിക്കുന്നത് ആരിലാണ് പ്രശംസിക്കുന്നത്? ഞാൻ കർത്താവിൻ്റെ ക്രൂശിലാണ് പ്രശംസിക്കുന്നത്. മറന്നുപോകല്, നമ്മളിവിടെ കയറി വന്നത്, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല, പകരം സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ സമർപ്പിക്കുമ്പോഴാണ് വീണു പോകാതെ വണ്ണം തമ്പുരാൻ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമറ്റവരായി നമ്മെ നിർത്തുന്നത്. അഹങ്കാരികളെ ദൈവത്തിന് സംരക്ഷിപ്പാൻ കഴിയത്തില്ല. എഴുതിയെടുക്ക്, അഹങ്കാരികളെ ദൈവത്തിന് സംരക്ഷിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. പലരും ചോദിക്കാറുണ്ട്, അപ്പോസ്റ്റലിക് കവറിങ് അതുള്ളതാണ് ദൈവസഭയുടെ കവറിങ്. പക്ഷേ സ്തോത്രം, ദൈവസഭയുടെ മേൽക്കൂരയ്ക്ക് കീഴിൽ നിൽക്കുന്നവരെ മാത്രമേ ആർക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ? സഭയ്ക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലരുടെ മട്ടും ഭാവമൊക്കെ നോക്കിയാൽ സഭയുടെ മേൽക്കൂരയെ ഇടിച്ചു പൊളിച്ച് ഒരു ബുൾഡോസർ കണക്ക് ഉള്ളവനെ നമ്മൾ കവർ ചെയ്താൻ പോയാൽ അവൻ നമ്മളെ ചമ്മന്തിയാക്കത്തേയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം, താഴ്മയുള്ളവർക്ക് മാത്രമേ കർത്താവിൽ നിന്നുള്ള സംരക്ഷണ ലഭിക്കുന്നുള്ളൂ. താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം സംരക്ഷണ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം നമ്മെ തന്നെ താഴ്ത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഒരു ക്യാപിച്ചുലറി ടേമിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ക്യാപിച്ചുലറി? ആവർത്തിച്ച് കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആമേ റൈറ്റ്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നു. ക്യാപിച്ചുലറി സ്തോത്രം ആവർത്തിച്ച്. അപ്പോൾ താഴ്മ വേണം, വിനയം വേണം എന്നൊക്കെയുള്ളത് സ്തോത്രം പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് സ്തോത്രം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സോ ഈ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഇറ്റ്സ് എ ഡോക്സോളജി, DOXOLOGY, ഡോക്സോളജി. ഈ വചനത്തിൻ്റെ പേരാണ്. യൂദയുടെ ലേഖനം 24-25 വാക്യങ്ങളാണ് ഡോക്സോളജി. വാട്ട് യു മീൻ ബൈ ഡോക്സോളജി? സംതിങ് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ഗ്ലോറി. മഹത്വവുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരാണ് ഡോക്സോളജി. ദൈവത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരാണ് മഹത്വഗീതം അല്ലെങ്കിൽ സ്തോത്രഗീതം. താങ്ക് യു. മഹത്വഗീതം, സ്തോത്രഗീതം, മഹത്വഗീതം അല്ലെങ്കിൽ സ്തോത്രഗീതം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുന്ന ദൈവിക ഗീതം എന്ന് പറയാം, മഹത്വഗീതം എന്ന് പറയാം, സ്തോത്രഗീതം എന്ന് പറയാം. അപ്പോൾ സ്തുതി വർദ്ധിക്കുമ്പോൾ എവിടെയുണ്ട്? വർദ്ധിക്കുമ്പോൾ സ്തുതിയുടെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വസിക്കുകയാണ്. ഡോക്സോ, ദൈവത്തെയാണ് കുറിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊരു ഡോക്സോളജിയാണ്, ഇതൊരു സ്തുതി ഗീതമാണ്. ആ വാക്യത്തിലേക്ക് നോക്കിയേ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. എന്താണ്? ഒരിക്കൽ കൂടെ, വീഴാതെ വണ്ണം. എല്ലാവരും പറഞ്ഞാട്ട് എങ്ങനെയാണ്? വീഴാതെ വണ്ണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന, വീഴുവാൻ വളരെ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ പാനിക്കാക്കുകയല്ല, ഞാൻ നിങ്ങൾക്ക് പ്രഷർ തരികയല്ല, ഭയം തരികയല്ല.
പക്ഷേ കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ എന്തു ചെയ്യും? എപ്പോൾ തകർന്നു പോയെന്ന് ചോദിച്ചാൽ മതി. ഒരു ജലകുമിള പോലെയാണ് ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം അങ്ങനെ തന്നെയാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ ദൈവം നമ്മെ സംരക്ഷിച്ചില്ലെങ്കിൽ, ഞാനത് വീണ്ടും പറയും, പക്ഷേ ഒരിക്കൽ കൂടെ പറയട്ടെ, സ്തോത്രം, ദൈവം നമ്മെ സംരക്ഷിച്ചില്ലെങ്കിൽ ആരാണെങ്കിലും സ്തോത്രം അതെ വീണുപോകും. ഈ ചില പുള്ളികൾ പറയാറുണ്ട്, ഞാൻ ഇതിൽ പരാജയപ്പെടത്തില്ല, തീർന്നു, അടുത്ത വെള്ളിയാഴ്ച തികയത്തില്ല. ഒരു ദേവദാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ, ഇതേ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗത്തിൽ, അദ്ദേഹം വിദേശ രാജ്യത്തിലാണ്, ആ വലിയ സഭ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ്, സഭയിൽ ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നു. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായ പ്രീച്ചറാണ്. സ്തോത്രം, നിർഭാഗ്യവശാൽ ആ നിറഞ്ഞു കവിയുന്ന സദസ്സിനെ നോക്കി സ്തോത്രം അദ്ദേഹം ശിംശോനെ കുറിച്ച് പ്രസംഗിച്ചു. ശിംശോനും ദലീലയും, നാസീർ വ്രതത്തെക്കുറിച്ച്, ശിംശോനെക്കുറിച്ച് അദ്ദേഹം അതിശക്തമായിട്ട് പ്രസംഗിച്ച് അവസാനം ഒരു ഹിമാലയം ബ്ലണ്ടർ പറഞ്ഞു. ആ ഹിമാലയം മണ്ടത്തരം പറയാതിരുന്നെങ്കിൽ ആ പ്രസംഗം ഭയങ്കര സുന്ദരമായിരുന്നു. ആ പ്രസംഗം ഭയങ്കര സുന്ദരമായിരുന്നു. എന്നാൽ മനസ്സിലാക്കണമേ, അവസാനം അതുവരെയും ആത്മാവിൽ പറഞ്ഞിട്ട് അവസാനം ജഡത്തിലൊരു സെൻറ്റൻസ് പറഞ്ഞു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആത്മാവിൽ നിൽക്കുന്നോ ജഡത്തിൽ നിൽക്കുന്നോ എന്നുള്ളത്. സ്തോത്രം, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവിലാണ് ജഡരക്തങ്ങളെല്ലാം നിനക്ക് വെളിപ്പെടുത്തിയത്. പക്ഷെ 4-5 വാക്യം താഴെ പോയപ്പോഴേക്കും 4-5 വാക്യം താഴേക്ക് അതേ അധ്യായം വായിച്ചു വന്നപ്പോൾ പറഞ്ഞു, അയ്യോ യേശു കർത്താവേ, നീ ക്രൂശിക്കപ്പെടല്ലേ, ഇത് മിഡിൽ ലൈഫ് ക്രൈസിസ് ആണ്, നീ ഒരിക്കലും ക്രൂശിക്കാറല്ലേ എന്ന് പറഞ്ഞ് സ്തോത്രം കർത്താവിനെ തടുത്തപ്പോൾ യേശു എന്തോ പറഞ്ഞു, പത്രോസ് എനിക്കും അങ്ങനെ തോന്നുന്നു കേട്ടോ എന്നല്ല യേശു കർത്താവ് പറഞ്ഞത്, സാത്താനേ എന്നെ വിട്ടുപോ. അപ്പോൾ വളരെ സൂക്ഷിച്ചോളണം. സ്തോത്രം, അതെ, ആത്മാവിൽ ശുശ്രൂഷിക്കുകയും ആത്മാവിൽ സംസാരിക്കുകയും ആത്മാവിൽ ചിന്തിക്കുകയും ആത്മീയരായി ജീവിക്കുകയും ചെയ്യുന്നവർ തന്നെ സൂക്ഷ്മതയില്ലെങ്കിൽ എന്തു ചെയ്യും? ജഡത്തിൽ തകർന്നു പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്രയും നേരം വളരെ നന്നായി ശുശ്രൂഷിക്കുന്ന ആ ദൈവത്തിൻ്റെ ദാസൻ അവസാനം ആ സെൻറ്റൻസ് പറഞ്ഞു, ഈ പാപത്തിൽ ഞാൻ വീഴുകയില്ല, ഈ പാപത്തിൽ ഞാൻ വീഴുകയില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ സൂക്ഷിക്കട്ടെ. പെർഫെക്റ്റ്. കൃപയെന്ന് പറയുമ്പോൾ ഈ കൂരയ്ക്കകത്ത് ഞാൻ കയറി, പകല് സൂര്യനെങ്കിലും രാത്രി പെയ്യുന്ന മഞ്ഞെങ്കിലും ഈ മേൽക്കൂരയ്ക്ക് കീഴിൽ ഞാൻ കൊള്ളത്തില്ല. അതിനെന്നെ കറുപ്പിപ്പാൻ അല്ലെങ്കിൽ വാടിപ്പിപ്പാൻ കഴിയത്തില്ല. പക്ഷെ കൃപയ എന്ന് പറയുന്ന ആ കൂടാരത്തിൽ താൻ കയറാതെ തൻ്റെ എബിലിറ്റിയാണ് താൻ എടുത്തത്. കൃപയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ എബിലിറ്റി, കൃപയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ കഴിവ്. നിങ്ങളുടെ സ്വയം കഴിവ് കൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര പാരമ്പര്യമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു പാതിരിക്കും നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു പാസ്റ്ററിനും താങ്ങി പ്രാർത്ഥിച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഭയങ്കര കള്ളങ്ങളാണ്. അതൊക്കെ നിൻ്റെ പോക്കറ്റിനെ സ്നേഹിച്ചിട്ടുള്ള പരിപാടിയാണ്. സ്തോത്രം, ഒരു പ്രവാചകനും ദൂതിൽ നിന്നെ മറയ്ക്കാൻ പറ്റത്തില്ല. അവരെല്ലാം പച്ച മനുഷ്യരാ. എന്നാൽ ആ പറഞ്ഞ ആശ്രയം അപ്പുറത്തേക്കുന്ന പ്രവാചകനെയും ഈ പറയുന്ന എന്നെയും നിങ്ങളെയൊക്കെ മറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ചെറുകിൻ കീഴിൽ ഇന്ന് രാത്രിയിലും അതേ സ്ഥലമുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെ മറക്കട്ടെ. പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞതാണല്ലോ ഞാൻ പറഞ്ഞു വന്നേ. അദ്ദേഹം പറഞ്ഞു, ഈ പാപത്തിൽ എന്നെ വീഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല. അവിടെ പിശാച് പിടിച്ച ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ പറഞ്ഞു ഞാൻ അവനെ വീഴ്ത്തും. അന്ന് രാത്രി അയാൾ വീണു. ഏറ്റവും ദുഃഖകരമായ കാര്യം, പിന്നെ ദീർഘനാൾ താൻ ജീവിച്ചു പോലും ഇരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ഈ ആഴ്ച 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ആ വാക്യം നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് വീഴാതെ വണ്ണം ഇത് വീണുപോയ ഒരു ലോകമാണ്. ഈ ലോകം വീണവൻ വീണത് കൊണ്ടാണ്. ഈ ലോകം വീണത് ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ താഴെ പോയത് കൊണ്ടല്ല. 1-ാം ലോകമായുത്തോ 2-ാം ലോകമായുത്തോ മറ്റ് തീവ്രവാദി പരിപാടികളോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. ഇത് വീണുപോയ ലോകമെന്ന് പറയുന്നത് വീണവൻ വീണത് കൊണ്ടാണ്. ആരാ വീണത്? 1/3 ദൂതന്മാരുമായി 33% ദൂതന്മാരുമായി ലൂസിഫർ ഈ ലോകത്തിലേക്ക് വീണു. ലൂസിഫർ ഈ ലോകത്തിലേക്ക് വീണു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 10 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, അതുപോലെ എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 2-ാം വാക്യം മുതൽ താഴേക്ക് നോക്കുമ്പോൾ, അരുണോദയ പുത്രനായ ശുക്രൻ, അതായത് ലൂസിഫർ, അവനിതാ സ്തോത്രം ആകാശത്ത് നിന്ന് വീണു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ,
നീ ഇങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ വായിച്ചത് യെശയ്യാ 14:12. സ്തോത്രം. അങ്ങനെ ലൂസിഫർ ഈ ഭൂമിയിലേക്ക് വീണു. സ്തോത്രം. ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുമ്പോൾ നമുക്കറിയാം, ഇത് പണിയാൻ വേണ്ടിയാണോ വന്നത്, ഇത് പൊളിക്കാൻ വേണ്ടിയാണോ വന്നത്. പൊളിക്കുന്ന ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം പൊളിയപ്പെടുന്നു. പണിയുന്ന ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം പണിയപ്പെടുന്നു. ഹല്ലേലൂയ. രണ്ടിലൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം നടക്കും. അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് ചോദിച്ചാട്ടെ, എന്തിനാ വരുന്നേ? ഒന്ന് പെട്ടെന്ന് ചോദിക്കുക, എന്തിനാ വന്നേ? നോക്ക് എന്തിനാ വന്നേ? പൊളിക്കാനാണോ വന്നേ, പണിയാനാണോ വന്നേ? രണ്ടിലൊന്ന് നിർബന്ധമായി നടന്നിരിക്കും. ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആര് വന്നാലും ദൈവാത്മാവുള്ളവരാണ് വരുന്നതെങ്കിൽ പണിവാൻ വേണ്ടിയാണ്, അനുഗ്രഹമായിട്ടാണ്, നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിപ്പാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഞാൻ അവർക്കെല്ലാവർക്കും ഇങ്ങനെ പേര് കൊടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞായറാഴ്ച പറഞ്ഞാണ്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വാഹനം പോലെയായിരിക്കും അവർ. എനിക്ക് ഒരു പക്ഷേ നോർത്ത് കരോലൈന, എവിടെയാ പറയാനാ, ഷാർലറ്റ് എന്നിരിക്കട്ടെ. സ്തോത്രം. അതെ, അവിടെ ഞാൻ അതാണ് എൻ്റെ ലക്ഷ്യമെന്നിരിക്കട്ടെ. ആ ഷാർലറ്റ് നോർത്ത് കരോലൈന കടന്നു പോകാനായിട്ട് ഒരു വാഹനം, ഒരു വിമാനമുള്ളതുപോലെ ആ വിമാനമാണ് ആ ലക്ഷ്യത്തിൽ എന്നെ എത്തിക്കാൻ സഹായിക്കുന്നത് പോലെ ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവിനെ വിളിച്ചതായ ദൈവത്തിൻ്റെ വിളിയിൽ എന്നെ എത്തിപ്പാൻ സഹായിക്കുന്നതാണ് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അയക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ. അല്ലാതെ വടിയിൽ വെച്ച് പൊളിക്കുന്നവരല്ല. ആമേൻ പറ. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ വടിയിൽ വെച്ച് കൈ കഴുകുന്നവരോ തകർക്കുന്നവരോ കുതികാൽ വെട്ടുന്നവരോ നിങ്ങളുടെ നന്മകളെ ഏറ്റെടുക്കുന്നവരോ ഒന്നും അല്ല. നിങ്ങളുടെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആയിരിക്കണം. നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങളുമായി സഹകരിക്കണം. നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നവരായിരിക്കണം. ഏത് ഹിതത്തിന്? നിങ്ങളെ പോലെ ഹിതത്തിനല്ല, അവരെ പോലെ ഹിതത്തിനല്ല. പലരും നിങ്ങളോട് ഒട്ടുന്നത് അവരെ ഹിതത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കാൻ വേണ്ടിയാണ്. നോ. അവരെ ഹിതത്തിന് വേണ്ടി നിങ്ങളെ ആരും യൂസ് ചെയ്യല്ല. നിങ്ങൾ നിങ്ങളുടെ ഹിതത്തിന് വേണ്ടി അവരെ യൂസ് ചെയ്യല്ലേ. ഒരിക്കൽ കൂടെ സ്തോത്രം. അടുത്തൊരു പ്രസംഗമാണെന്ന് തോന്നുന്നു. അതെ, വല്ലവരും നിങ്ങളെ യൂസ് ചെയ്യല്ല, നിങ്ങൾ അവരെ യൂസ് ചെയ്യല്ല. പകരം നമ്മൾ എല്ലാവരും ആര് യൂസ് ചെയ്യണം? ദൈവം യൂസ് ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയാണ് നാം ദൈവകൃപയാൽ നിൽക്കേണ്ടത്. അതാണ് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. സ്തോത്രം. അങ്ങനെ നാം ദൈവത്തിൻ്റെ കൃപയാൽ നിൽക്കുവാൻ തക്കോണം അതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നവർ ആരാണെങ്കിലും അവരാരായിരിക്കണം? നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവർ. എന്നാൽ ലൂസിഫറിൻ്റെ വീഴ്ചയോടെ ഈ ലോകം വീഴ്ത്തപ്പെട്ടു. ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാട്ടെ, യവന സംസ്കാരമാകട്ടെ, ഗ്രീക്ക് സംസ്കാരമാകട്ടെ, അതുപോലെ സ്തോത്രം ബാബിലോണിയ സാമ്രാജ്യമാകട്ടെ, അത് കഴിഞ്ഞിട്ട് അലക്സാണ്ടർ, പിന്നെ നെപ്പോളിയൻ, പിന്നെ റോമൻ സാമ്രാജ്യം, ഇങ്ങനെയുള്ള ഏത് സാമ്രാജ്യങ്ങൾ, ഈവൻ സ്തോത്രം ഹിറ്റ്ലർ വരെ 7 സാമ്രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഹിറ്റ്ലർ ഉൾപ്പെടെ. ഏത് നിങ്ങൾ നോക്കിയാലും 8 ഒന്നുകൂടെ നോക്കിയോ, ബ്രിട്ടീഷ് സാമ്രാജ്യം, സകല സാമ്രാജ്യങ്ങൾ നോക്കിയാലും എല്ലാം വീണതിൻ്റെ ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. ബ്രിട്ടനായാലും ഹിറ്റ്ലറായാലും റോമാ സാമ്രാജ്യമായാലും യവന സാമ്രാജ്യമായാലും ബാബിലോണിയ സാമ്രാജ്യമായാലും ഗ്രീക്ക് സാമ്രാജ്യമായാലും യവന സാമ്രാജ്യമായാലും എല്ലാ സാമ്രാജ്യങ്ങൾ വീഴുന്നു, എല്ലാ ചക്രവർത്തിമാർ വീഴുന്നു, എല്ലാ രാജാക്കന്മാർ വീഴുന്നു. എന്നാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു സാമ്രാജ്യം വീഴാതെ വിശാലമാകുന്നു. അത് സ്നേഹ സാമ്രാജ്യമാകുന്ന യേശുവിൻ്റെ സാമ്രാജ്യമത്രേ. കാരണം യേശു സ്തോത്രം അതെ വീണവനല്ല, അവനെ വീഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല. അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം കഴിഞ്ഞുകൂടുന്നവനല്ല. പകരം അവന് എന്നേക്കും ജയിച്ച് ജീവിക്കുന്നവനാണ്. ക്യാപ്റ്റൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരിക്കും ആർമി. നേതാവ് എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരിക്കും അണികൾ. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിൻ്റെ രാജ്യത്തിന് വീഴ്ചയില്ല. ബാക്കി ലോകത്തിലുള്ള ഏത് സിസ്റ്റത്തിൽ നിങ്ങൾ ആശ്രയിച്ചാലും നിങ്ങൾ ഏത് നേരം വീഴുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏത് കമ്മ്യൂണിസമാകട്ടെ, കോൺഗ്രസിൻ്റെ ഇസമാകട്ടെ, മറ്റേതെങ്കിലും ഇസങ്ങളാകട്ടെ, അതെല്ലാം ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പരാജയപ്പെട്ടതാണ്. സ്തോത്രം. അത് പോളണ്ടിൽ പരാജയപ്പെട്ട് കാണും, അത് USSR പരാജയപ്പെട്ട് കാണും. പല സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല സിസ്റ്റങ്ങളും പരാജയപ്പെട്ടപ്പോൾ ചരിത്രം അങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ സകല കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ പല ഇസങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഈ പുസ്തകത്തിൽ സ്തോത്രം അതെ പരാജയപ്പെടാത്തതാണ് ദൈവം എഴുതിയിരിക്കുന്നത്.
വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യനെ തോൽപ്പിക്കുന്ന പ്രിൻസിപ്പിൾ അല്ല, മനുഷ്യനെ ദൈവത്തിൻ്റെ കൃപയാൽ ജയിപ്പിക്കുന്ന പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ തോൽക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം, അതേ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ നിങ്ങൾ സ്തോത്രം വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ജയജീവിതമാകുന്നു. യു വിൽ ബി ബിക്കമിങ് മോർ ദാൻ കോൺക്രേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. 1 കൊരിന്ത്യർ 15:57 പറയുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ അതേ സമയത്ത് ഈ ലോകത്തിൽ വീഴുവാൻ നമുക്ക് സാധ്യതയുണ്ട്, വീഴുവാൻ സാധ്യതയുണ്ട്. വളരെ മനസ്സിലാക്കുക, വീഴുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടാണ് നമ്മൾ നടക്കേണ്ടത്. സങ്കീർത്തനം 33:16, സങ്കീർത്തനം 33:16 വായിച്ചു പോകാം. സങ്കീർത്തനത്തിലെ വാക്യം മാത്രം ഞാൻ പറയാൻ പോവാ. 1, 2, 3, 4, 7 വാക്യങ്ങൾ സങ്കീർത്തനത്തിൽ നിന്ന് മാത്രം പറയാൻ പോവാ. സ്തോത്രം, അതെ ഇടർച്ചകൾ അല്ലെങ്കിൽ വീഴ്ചകൾ എന്നുള്ളത് സ്തോത്രം. അതെ സങ്കീർത്തനം 33:16 സ്തോത്രം. 15:16 യേസ് ഹല്ലേലൂയ. അവരുടെ ഹൃദയങ്ങളെ പോലെ മെനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, സൈന്യബഹുത്വത്തിൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. മനുഷ്യൻ്റെ ബലം കൊണ്ട് മനുഷ്യൻ ആരും രക്ഷപ്പെടുന്നില്ല. വീണ്ടും നോക്കിയേ അടുത്ത വാക്യം, 56:13 ഹല്ലേലൂയ. സങ്കീർത്തനം 56:13 ഞാൻ ദൈവത്തിന് മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടിച്ചുവല്ലോ. എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ഇടർച്ച, എല്ലാവരും പറഞ്ഞാട്ടെ ഇടർച്ച. 66:9 അവിടെ ഇടർച്ചയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. അവിടെ ഇടർച്ചയെക്കുറിച്ച് പറയുന്നു. സ്തോത്രം, അതെ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. നമ്മളെ കാലുകൾ വഴുതുന്നില്ല. ഇടർച്ചകൾ, സ്തോത്രം, അതെ തകർച്ചകൾ. വീണ്ടും 73:2 നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറിപ്പോയി. ഞാനിങ്ങനെ ഈ സങ്കീർത്തനത്തിൽ ഇത്രയും വാക്യം ഇങ്ങനെ എഴുതി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ സങ്കീർത്തനം എഴുതി എല്ലാവർക്കും കാലിന് രോഗമാണോ? ഈ സങ്കീർത്തനം എഴുതിയ എല്ലാവർക്കും കാലിന് മന്ദാണോ, അല്ലെങ്കിൽ കാലിന് ആണി രോഗമാണോ? സ്തോത്രം, എല്ലാവരും കാലുകൾ ഇടറി, കാലുകൾ വഴുതി എന്നൊക്കെയാണ് പറയുന്നത്. അർത്ഥം ഈ ലോകത്തിൻ്റെ സിസ്റ്റമാണത്. സങ്കീർത്തനം ഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റമാണ്, ഈ ലോകത്തിൻ്റെ അവസ്ഥ അതാണ്. 116 സങ്കീർത്തനം 8 വാക്യം വായിക്കുമ്പോഴും അവിടെ സ്തോത്രം കാലുകളും നടപ്പും ഇടർച്ചയും ഒക്കെ സ്തോത്രം തിരുവചനം പറയുകയാണ്. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നും, അടുത്ത വാക്യം പറ, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. 121:3 എല്ലാവർക്കും അറിയാം. 121 സങ്കീർത്തനം എല്ലാവർക്കും സ്തോത്രം കാണാതെ അറിയാമെന്നുള്ളതാണ്. നീ നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നമുക്കിങ്ങനെ പറയാം, എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. ഒരിക്കൽ കൂടെ, ആരാണ്? എൻ്റെ കാൽ വഴുതുവാൻ. സ്വന്തം കരത്തെ മാർബോർഡ് ചേർത്ത് വെച്ച് പറഞ്ഞ്, എൻ്റെ കാൽ വഴുതുവാൻ. ഒരിക്കൽ കൂടെ, എൻ്റെ കാൽ വഴുതുവാൻ എൻ്റെ ദൈവം സമ്മതിക്കയില്ല. 140:2 മുതൽ 4 വരെ. 140 സങ്കീർത്തനം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം, 140 സങ്കീർത്തനം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു, അവർ ഇടപെടാതെ യുദ്ധത്തിന് വട്ടം കൂട്ടുന്നു. സ്തോത്രം, അവർ സർപ്പം പോലെ അവരുടെ നാവുകളെ കുറിപ്പിക്കുന്നു, അവരുടെ ആ അധരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട്. അടുത്ത വാക്യം, യഹോവേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ, സാഹസക്കാരൻ്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ. അവർ എൻ്റെ കാലടികളെ മറിച്ച് കളവാൻ ഭാവിക്കുന്നു. അപ്പോൾ ദുഷ്ടമനുഷ്യൻ, സ്തോത്രം, ദുഷ്ടൻ, അവിടെ ഈവിൾ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞോ, ഈവിൾ ഫോഴ്സസ് എന്ന് പറഞ്ഞോ, ഇതൊക്കെയും എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കാലുകളിൽ സ്തോത്രം ഇടറുവാൻ അതേ അവരിതാ വട്ടം കൂട്ടുന്നു. നിങ്ങളുടെ കാലടികളെ തെറ്റിപ്പാൻ. നിങ്ങളുടെ കാല് തെറ്റിയാൽ ജീവിതം പോയി. നമ്മളിങ്ങനെ പാടാറുണ്ട്, ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്? അപ്പം കാലടികൾ എങ്ങോട്ട്? അപ്പം കാലുകൾ വഴിവഴുപ്പിൽ വയ്ക്കുവാൻ, നിങ്ങൾ വീഴ്ത്തുവാൻ ഒക്കെ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സങ്കീർത്തനത്തിൽ ഇതുപോലെയുള്ളതായ പല വാക്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം, അതെ സമയം കിട്ടുമ്പോൾ സങ്കീർത്തനം വായിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളുടെ കാലുകളെ എങ്ങനെയാണ് ദൈവമാക്കിയിരിക്കുന്നത്. 119 സങ്കീർത്തനം അതുകൊണ്ടാണ് പറയുന്നത് 105 വാക്യത്തിൽ, എൻ്റെ കാലിന്
ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. അപ്പം കാലിൽ ഇത്രയും ഇടർച്ച സ്തോത്രം വരുമ്പോൾ നമ്മുടെ കാല് വഴുതി പോകാതിരിപ്പാൻ എന്ത് ചെയ്യണം? സ്തോത്രം, ദൈവത്തിൻ്റെ വചനം പ്രകാരമാണ് നാം കാലുകളെ വെക്കേണ്ടത്. അല്ലാതെ സ്വന്തം ബുദ്ധിയിലൂന്നിയാൽ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. ഞാൻ വീണ്ടും പറയും, സ്വന്തം ബുദ്ധിയിൽ, ഞാൻ വീണ്ടും പറയും കേട്ടോ, പലരും നടക്കുന്ന സ്വന്തം അഹങ്കാരങ്ങളാണ്. ഈവൻ പ്രീച്ചേഴ്സ് പോലും, പാസ്റ്റേഴ്സ് പോലും അവിടെ എക്സ്പീരിയൻസസിലാണ് നിൽക്കുന്നത്. ഞാൻ ഇത്ര ജയിച്ചു, ഞാൻ ഇന്നലെ ഇത്ര നേടി, ഞാൻ ഇത്ര പ്രസിദ്ധനായി, എനിക്കിത്ര അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, ഓട്ടർകോൾ കൊടുക്കാൻ അറിയാം, എന്നെ ജനത്തെ എനിക്ക് കരയിപ്പിക്കാൻ അറിയാം, കൈയടിപ്പിക്കാൻ അറിയാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. എനിക്കറിയാം ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ എപ്പോൾ ആ അഹങ്കാരത്തിൻ്റെ വിഷം നമ്മുടെ ഉള്ളിൽ വരുന്നോ, അത് പൊട്ടാസ്യം സയനൈഡിനേക്കാൾ അത് വിഷമാണ്. പൊട്ടാസ്യം സയനൈഡ് ശരീരത്തെ കൊല്ലത്തുള്ളൂ. നേരത്തെ പറഞ്ഞ അഹങ്കാരം നമ്മുടെ ആത്മാവിനെ വരെ കൊന്ന് നമ്മൾ നിത്യതയെ വരെ തകർത്ത് കളയും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആശ്രയിക്കേണ്ടത് സ്വന്തം ബലത്തിലല്ല. ഞാൻ വളരെ അപൂർവമായി മാത്രമേ സ്വപ്നങ്ങളുടെ ദൈവനോട് സംസാരിക്കാറുള്ളൂ. ഞാൻ സ്തോത്രം മിക്കവാറും വചനത്തിലൂടെ ദൈവനോട് ഇടപെടുന്നു. ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ എഴുന്നേറ്റ മണിക്കൂറോളം സ്തോത്രം എൻ്റെ ഫോണിൽ പോലും തൊടാതെ ഇരുന്നാണ് ഈ ദൂത് ഗംഭീരമായി ഒരു അല്പം എന്തൂസിയാസത്തോടെ ഇന്ന് ശുശ്രൂഷിപ്പാൻ വേണ്ടി വന്നത്. കാരണം അവസാനത്തെ ദൂതല്ലയോ, അതുകൊണ്ട് സ്തോത്രം ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. സോ അങ്ങനെ സ്തോത്രം അതെ വചനത്തിലൂടെയാണ് കർത്താവ് സംസാരിക്കുന്നത്. റിയലി സ്തോത്രം, നമ്മളെ എവിടെ ബൈബിൾ തൊട്ടാലും അവിടെ ഒരു ദൂതുണ്ടായിരിക്കും. സോ അങ്ങനെ ഈ അപൂർവമായി മാത്രമേ ഈ സ്വപ്നങ്ങളെ കർത്താവ് എനിക്ക് തരാറുള്ളൂ. എനിക്ക് തോന്നുന്നത് 2011 തോന്നുന്നു. സ്തോത്രം, ഒരു സ്വപ്നം ഞാൻ കാണുകയാണ്. ആ സ്വപ്നത്തിന് കണ്ടത് ഇങ്ങനെയാണ്: ഒരു വഴുവഴുപ്പുള്ള സ്ഥലത്തോടെ ഞാനിങ്ങനെ നടന്നു പോകുകയാണ്. അല്പം വെള്ളം എന്തോ ഒഴുകുന്നു എന്ന് തോന്നുന്നു. അതൊരു പാറയാണെന്ന് തോന്നുന്നു. അതിലെന്തുണ്ട്? പായലാണ്, അതിൽ വെള്ളം ഒഴുകുന്നു. സ്തോത്രം, ഇത് പകുതി കേട്ടിട്ട് സുരേഷ് ബാബു വീഴാൻ പോകുന്നു, നമ്മളെ ബ്രദർ ഹത്താം ഹോകയാ എന്നൊരു ഭൂതവും അടുത്ത പാട്ട് പാടല്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം, അതെ, ഒരു പാറയാണ്, അതിലിങ്ങനെ ഒരു പായലുണ്ട്, അതിന് മുകളിലൂടെ വെള്ളമൊഴുകുന്നു. ഒന്ന് ചിന്തിക്ക്, ഒരു പാറ, അതിൽ പായല്, പച്ച നിറത്തിലുള്ള ചെറിയ പായല്, അതിൽ വെള്ളവും കൂടെ ഒഴുകിയാൽ ഒരു സർക്കസുകാരനും അതിലൂടെ നേരെ നടക്കാൻ തക്കോണം കഴിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരാൾ അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോഴേക്കും പുള്ളി സ്ലിപ്പ് ചെയ്തപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ കാണുന്നത് അടുത്തൊരു കമ്പിവേലിയിൽ കയറി പുള്ളി പിടിച്ചു. കമ്പിവേലിയിൽ, മുള്ളു കമ്പി കൊണ്ടുള്ള വേലിയുണ്ടല്ലോ, സ്തോത്രം, അതെ, കണ്ടിട്ടേ ഇല്ല, വേലിയില്ല, മുള്ളുമില്ല, അതെ, സ്തോത്രം, കമ്പി വേലിയിൽ കയറി പുള്ളി പിടിച്ചപ്പോഴേക്കും കൈ നന്നായി മുറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈ നന്നായി മുറിഞ്ഞു. എനിക്ക് മനസ്സിലായി, കർത്താവിനോട് സംസാരിക്കുകയാണ്, നീ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ വഴുവഴുപ്പിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് നീ റോങ് ചോയ്സ് തിരഞ്ഞെടുക്കരുത്, ജഡത്തിൻ്റെ ചോയ്സ് തിരഞ്ഞെടുക്കരുത്. നീ ഒന്ന് കാല് തെറ്റിയാൽ അവിടെ നിന്ന് വീണ് ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് നീ അങ്ങ് എഴുന്നേറ്റാൽ മതി. പക്ഷേ കമ്പിവേലികളിൽ കയറി പിടിച്ചാൽ ജീവിതകാലം മുഴുവൻ രക്തമൊഴുകത്തക്ക എന്തോ മുറിവുകളാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങൾക്ക് ചെറിയ തട്ടുപാടുകളോ ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ സാത്താൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം നിങ്ങളെ ആകെ മൊത്തം ടോട്ടൽ അങ്ങ് തകർക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്, ജഡത്തിൽ ആശ്രയിക്കരുത്, ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കരുത്, ബന്ധുക്കൾ പറയുന്നത് കേൾക്കരുത്, വിളിച്ച ദൈവം പറയുന്നത് കേൾക്കണമേ, ദൈവത്തിൽ ആശ്രയിക്കണമേ, അവന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കണമേ. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവകൃപയാൽ നടന്നാട്. സ്തോത്രം. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇടർച്ചകളാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സങ്കീർത്തനത്തിലോ ധാരാളം വാക്യങ്ങൾ ഇതുപോലെ കാണുവാൻ തക്കോണം കഴിയും. എൻ്റെ കാലടി ഏകദേശം വഴുതിപ്പോയി, സ്തോത്രം, എൻ്റെ കാലിന് ചുറ്റും വലവിരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. അതുകൊണ്ട് നമ്മൾ ഇടറാതെ നടക്കണം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇടറിപ്പോകരുത്. പെട്ടെന്ന് പറഞ്ഞേ, മോത്ത് പറ, ഇടറിപ്പോകരുത്. സ്തോത്രം. ഇടർച്ച വയ്ക്കുകയും ചെയ്യല്, ഇടറിപ്പോകരുത്. ചിലരെ മറ്റുള്ളവരെ ഇടർച്ച വയ്ക്കാറുണ്ട്. മറ്റുള്ളവരെ ദൈവസഭയിൽ ഇടർച്ച വരുത്താറുണ്ട്. സ്തോത്രം. അവിടെ പെരുമാറ്റങ്ങൾ നിമിത്തം സൺഡേ സ്കൂളിൽ പിള്ളേർ വരത്തില്ല, അവിടെ പെരുമാറ്റങ്ങൾ നിമിത്തം ചർച്ചിൽ ആൾക്കാർ വരത്തില്ല, അവിടെ പെരുമാറ്റ നിമിത്തം കൊയറിൽ ആൾക്കാർ വരത്തില്ല, അവരെ പെരുമാറ്റ നിമിത്തം ശുശ്രൂഷയിൽ ആൾക്കാർ വരത്തില്ല. സ്തോത്രം. അവരുടെ പേര് സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്, അവരുടെ പേര് ഇടർച്ച വരുത്തുന്നവരാണ്. അവരെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ തന്നെ പറഞ്ഞു, സ്തോത്രം, ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം.
അയ്യോ കഷ്ടം. എന്നിട്ട് കർത്താവ് തൊട്ട് താഴെ പറഞ്ഞു, അവൻ്റെ കഴുത്തിൽ എന്തുവാ, അലുക്കാസിൻ്റെ ഒരു ലോക്കറ്റ് കെട്ടിയിട്ട് പഞ്ചായത്തിലൂടെ നെളിഞ്ഞ് നടക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്, തിരികല്ല് കെട്ടിക്കോട്ടെ. തിരികല്ല് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സ്തോത്ര വർഷങ്ങൾക്ക് മുമ്പ് 2006 മുമ്പ് തിരികല്ലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ തിരികല്ല് കഴുത്തിൽ കെട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു. പക്ഷേ മിസ്റ്റർ തിരികല്ലിനെ വാസ്തവത്തിൽ കണ്ടത് ഇസ്രായേൽ പോയപ്പോഴാണ്. ഇസ്രായേൽ എവിടെയാ, കഫർനഹൂമിലേക്ക് പോകുമ്പോൾ ശോഭൻ സാറിന് കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ശോഭൻ സാർ ഇന്ന് സ്തോത്രം അത് വെച്ചിരിക്കുന്നത്. തിരികല്ല് അതൊരു ഒരലിൻ്റെ അത്രയും വലിപ്പമുണ്ട് അല്ലേ, ഒരലിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അത്രയും വലിപ്പമുള്ള ആൾക്കാർ ഇന്ന് എന്നെ കേൾക്കുന്നതിന് എനിക്കറിയാം. ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങളാണല്ലോ, ഉള്ള സ്നാക്സ് എല്ലാം തിന്ന്. ഓക്കെ, ഞാനത് അതിന് ഇടർച്ച വരുത്തുന്നില്ല. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഈ തിരികല്ല് കെട്ടി അടുത്ത കടലിൽ ചാടിയാൽ അവൻ്റെ ഗതി എന്തായിരിക്കും, അതോ ഗതി എന്നാണ്. അതാണ് യേശു പറഞ്ഞത്, നിന്റെ ജീവിതം, ഇടർച്ച വരുത്തുന്നവൻ്റെ ജീവിതം അതോ ഗതി, ഇടർച്ച വരുത്തുന്ന പാസ്റ്റർ ജീവിതം അതോ ഗതി. നമ്മൾ ഇടർച്ചക്കല്ലാകരുത്, നിങ്ങൾ ഇടർച്ചക്കല്ലാകരുത്, പകരം നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ചവിട്ടുപടിയാകണം. ചവിട്ടുപടിയാകണം. മക്കളെ വാ 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 വാ, ഇവിടെ ചവിട്ടി നിന്റെ ലക്ഷ്യത്തിൽ കയറിക്കോ. ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ ദൂത്, എൻ്റെ പ്രസംഗം, എൻ്റെ പ്രവചനം, എൻ്റെ ജീവിതം ഇതൊക്കെ കണ്ട് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്തോത്രം, നിങ്ങൾ അടുത്ത ലെവലിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് കയറണം. നിങ്ങൾ സ്തോത്രം, അതെ, ഒന്നുകിൽ നീ ഒരു ഇടർച്ചക്കല്ലാകും, ഇല്ലെങ്കിൽ നീ ഒരു ചവിട്ടുപടിയാകും. ഞാൻ ആരായിരിക്കണം? സ്വന്തം കരത്തെ മറുപടി ചേർത്ത് വെച്ച് പറ, ഐ ഷുഡ് ബി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഞാനൊരു ചവിട്ടുപടിയാകണം, ഞാനൊരു ചവിട്ടുപടിയാകണം. യേശു കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അതെ, എന്നിൽ ഇടർച്ച വയ്ക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇടറാത്തവൻ, ഇടറിപ്പോകാത്തവൻ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയവനാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയാൻ പോയാൽ ഇന്ന് 10 മണി വരെ പറയേണ്ടി വരും. സ്തോത്രം. സ്ത്രീകൾ ജനിച്ചവനിൽ ഏറ്റവും വലിയവനാണ് യോഹന്നാൻ. അതിൻ്റെ ഒത്തിരി കാരണങ്ങളുണ്ട്, സ്തോത്രം, പറയാൻ നേരെയില്ല. പക്ഷേ ഒരു ദിവസം സ്തോത്രം, അതെ, സ്വർഗം തുറന്നത് കണ്ടവൻ, പിതാവായ ദൈവം സംസാരിച്ചത് കണ്ടവൻ, ആത്മാവ് ഇറങ്ങിയവൻ കണ്ടവൻ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ സമ്മേളനം ഒരുമിച്ച് കണ്ടവൻ, തൃത്വത്തിൽ രണ്ടാമനെ സ്നാനപ്പെടുത്തിയവൻ, അമ്മയുടെ ഗർഭത്തിലെ വെച്ച് ആത്മാവിൽ നിറഞ്ഞവൻ, യെശയ്യാവിലൂടെ പ്രവചന ശബ്ദം, അതെ, അരുളപ്പാട് അവനെക്കുറിച്ച് ഉണ്ടായ 40-3, ഇതാ കർത്താവിൻ്റെ വഴി നിരത്തുന്നവൻ എന്ന് പറഞ്ഞാൽ അവനൊരു വാക്കിംഗ് ബുൾഡോസർ എന്നാണ് പറഞ്ഞത്. സ്പിരിറ്റ് റിലമിലെ കർത്താവിന് വഴി നിരത്തുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ ആത്മമണ്ഡലത്തിൽ അവൻ ആരാണ്? അവനൊരു ബുൾഡോസർ എന്നാ പറഞ്ഞത്. ഇങ്ങനെ ഒത്തിരി പ്ലസ് പോയിന്റ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ആരംഭം പുള്ളിയുടെ അവസാനമെങ്കിലും, ആരംഭം നല്ലതായിരുന്നെങ്കിലും അവസാനം സ്റ്റംബിളായിപ്പോയി, അവസാനം ഇടറിപ്പോയി. അവസാനം ഇടറിയത് എന്തുകൊണ്ടാണ്? ജയിലിലാ ചെന്ന് കയറിയേ, കൂട്ടായ്മ വിട്ടു, കൂട്ടുകാരിൽ പെട്ടു, കൂട്ടായ്മ വിട്ട് കൂട്ടുകാരിൽ പെട്ടു, കൂട്ടായ്മ വിട്ട് കൂട്ടുകാരിൽ പെട്ടു. ഇന്നതാണ്, കൂട്ടായ്മയില്ല, പലരും കൂട്ടുകാരിൽ പെട്ട് കിടക്കുക, പലരും കൂട്ടുകാരിൽ പെട്ട് കിടക്കുക. പ്രവചന സ്തോത്രം, നിൻ്റെ മക്കള് കൂട്ടുകാരിൽ പെട്ട് കിടക്കുക. നിൻ്റെ പിള്ളേരുടെ ഫേസ്ബുക്ക് വല്ലപ്പോഴും എടുത്ത് നോക്കണം കേട്ടോ, ആരെ കൂടെയൊക്കെയാണ് സ്തോത്രം, അതെ, അവരെ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ചിലന്മാരെ ഫോട്ടോ കണ്ടാൽ ആൾക്കുരങ്ങൻ്റെ കൂടെ നിൽക്കുന്ന പോലെ തോന്നും. ചിലരുടെ സ്തോത്രം, ചിലൻ്റെയൊക്കെ ഫോട്ടോ കണ്ടാൽ സിംഹപാലം, ഇത് മനുഷ്യരൂപമാണോ എന്ന് തോന്നും. അവൻ്റെ ഹെയർ സ്റ്റൈലും അവൻ്റെ പരിപാടികളും അവൻ്റെ താടിയും അവൻ്റെ മീശയും ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എവിടെയൊക്കെയാണ് ഇടറി കിടക്കുന്നത്? ഏത് ജയിലുകളിലാണ്? ഏത് റോങ് റിലേഷൻഷിപ്പിലാണ്? ഏത് ജഡത്തിലാണ് സ്തോത്രം ഇടറി കിടക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്, എൻ്റെ കുടുംബത്തിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ. നമ്മൾ ദരിദ്രരെ എന്ന് നമ്മൾ തള്ളിക്കളയുന്നവരെയല്ല, നമ്മൾ ദരിദ്രരെ താങ്ങുന്നവരാണ്, ആദരിക്കുന്നവരാണ്. എളിയ ജനത്തെ നമ്മൾ ആദരിക്കുകയാണ്. ഞാൻ പറയുന്ന പൈസയല്ല, ഞാൻ പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. ഞാൻ പറയുന്നത് ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി. സ്തോത്രം, നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം ഓരോ ജീവിത ശൈലിയുണ്ട്. അതിനെല്ലാറ്റും ഒരു ജീവിത ശൈലിയുണ്ട്. ഒരു പാട്ട് പാടുമ്പോൾ അതിനൊരു താളമുണ്ട്. സ്തോത്രം, ആ താളത്തിനും ആ കുടുംബത്തിൻ്റെ ഓളത്തിനും യോജിക്കാത്ത വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ആ താളം വിട്ടുള്ളതായ കളി. സ്തോത്രം, ആ കുടുംബത്തിൻ്റെ, മാതാവിൻ്റെ, പിതാവിൻ്റെ, ആ ക്രിസ്ത്യൻ ട്രഡീഷൻ്റെ, നല്ല പാരമ്പര്യത്തിൻ്റെ താളം വിട്ടിട്ട് വേറെ താളത്തിൽ പോകുമ്പോൾ ജീവിതം അവതാളമാകുന്നു. ഒരിക്കൽ കൂടെ സ്തോത്രം, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിൻ്റെ പപ്പ, നിൻ്റെ മമ്മി നിന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ക്രിസ്തീയ താളമുണ്ട്, കുടുംബത്തിൻ്റെ ഒരു താളമുണ്ട്. ആ താളം വിട്ടിട്ട് ദൈവമില്ലാത്ത, യേശുവില്ലാത്ത,
വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത സാമൂഹികമായ അവസ്ഥയനുസരിച്ചുള്ള പല മുഖങ്ങളിൽ ചെന്ന് ചേരുമ്പോൾ ജീവിതം എന്ത് ചെയ്യുന്നു? ജീവിതം അത് അവസാനം അവതാളമായി പോകുന്നു. അതാണ് യോഹന്നാന് സംഭവിച്ചത്. യോഹന്നാന് പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സിലാക്കണം, തരത്തിനനുസരിച്ചായിരിക്കണം നിങ്ങൾ സ്തോത്രം കൂട്ടുകൂടേണ്ടത്. ഞാൻ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ എൻ്റെ പിതാവ് ഇപ്രകാരമാണ് പറഞ്ഞത്: തോറ്റോന്മാരെ കൂടെ നീ നടക്കരുത്, തോറ്റോന്മാരെ കൂടെ നടക്കരുത്. ഞാൻ ഇന്നും വളരെ താഴ്മയോട് പറയുന്നു, തോറ്റ പാസ്റ്റർമാരെ കൂടെ ഞാൻ നടക്കാറില്ല. തോറ്റ പ്രീച്ചേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. തോറ്റ വിശ്വാസികളുടെ കൂടെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. തോറ്റ ചർച്ച് പൊളിറ്റീഷ്യൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. യുവമാരെല്ലാം തോറ്റവനാണ്. ഇവരെല്ലാം സ്തോത്രം തോറ്റ ചരിത്രമാണ് പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വല്ലവനും തോറ്റ ചരിത്രമല്ല, ജയത്തിൻ്റെ ചരിത്രമാണ് സുവിശേഷമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ജീവിതമേ ഉള്ളൂ, അത് തോറ്റല്ല ജീവിക്കേണ്ടത്. നമ്മുടെ കമ്പനി ഒന്ന് നോക്കിയാട്ടെ. യോൻ ചെന്ന സ്തോത്രം അവൻ്റെ സാഹചര്യം മോശമായി പോയി. യോഹന്നാൻ സ്നാപകൻ്റെ സാഹചര്യം മോശമായി പോയി. മോശം സാഹചര്യമാണോ അവിടെ ഇരിക്കരുത്. ആ സിറ്റുവേഷൻ മോശമാണ്. ആ വീട്, അവിടുത്തെ സംസാരം, അവിടെ പോകുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലുള്ള പ്രാപ് പിടയ്ക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കരുത്. ആ പ്രാവ് പിടയ്ക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കല്ലേ. ആ പ്രാവ് ശാന്തമായിരിക്കുന്നെങ്കിൽ പറയാം, ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലത്, 3 കൂടാരം നമുക്കുണ്ടാകാം. സ്തോത്രം. ആ പ്രാവ് അസ്വസ്ഥമാകുന്നെങ്കിൽ, അത് ഏത് ബന്ധിക്കോസുകാരനാണെങ്കിലും, ഏത് കത്തോലിക്കനാണെങ്കിലും, ഏത് മർത്തോമയാണെങ്കിലും, സ്തോത്രം, പ്രാവ് പിടയ്ക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പിടയ്ക്കുന്ന ഒരനുഭവമാണെങ്കിൽ ആ അന്തരീക്ഷം നിങ്ങൾക്ക് യോജിക്കാത്തതാണ്. ദയവായി ദൈവത്തിൻ്റെ മക്കളെ, പലരും ഇതുപോലെ യോഹന്നാൻ ചെന്ന് ജയിലിൽ കയറിയതുപോലെ ആത്മീയ ജയിലുകളിൽ കയറുകയാണ്. അവിടെ ചങ്ങല കാണത്തില്ല, അവിടെ പോലീസ് കാണത്തില്ല, അവിടെ സ്തോത്രം അതെ ജയിൽ യൂണിഫോം കാണത്തില്ല. പക്ഷേ പല കമ്പനികളും പലപ്പോഴും സ്പിരിച്വൽ ജയിലാണ്, ആത്മീയ ജയിലുകളാണ്. അതുകൊണ്ട് നിങ്ങൾ വീഴ്ത്തുന്ന സാഹചര്യങ്ങളല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. പകരം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ നിർത്തുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ആ വേദഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ, യൂദയുടെ ലേഖനം സ്തോത്രം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒന്നാമതായി എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ വീണതായ വാക്കാണ് വീഴാതെ വണ്ണം. ഓൾറെഡി ഞാൻ പറഞ്ഞു, വീഴാതെ വണ്ണം. സങ്കീർത്തൻ്റെ തലവാക്യവും യോഹന്നാൻ സ്നാപകവും വീഴാതെ വണ്ണം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് വീഴാതെ വണ്ണം? രണ്ടാമത്തെ വാക്കാണ് നിങ്ങളെ സൂക്ഷിച്ച്. നിങ്ങളെ സൂക്ഷിച്ച്, കീപ്പ് സൂക്ഷിക്കുകയാണ്. സ്തോത്രം. നിങ്ങളെ സൂക്ഷിച്ച്. ഒരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്ന ഗാഡ്. സ്തോത്രം. ഗാഡ് നിങ്ങളെ ഗാഡ് ചെയ്യുന്നു. നിങ്ങളെ കർത്താവ് ഗാഡ് ചെയ്യുന്നു. നിങ്ങളെ കർത്താവ് സൂക്ഷിക്കുന്നു. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നതുമില്ല, മയങ്ങുന്നതുമില്ല, അവനെൻ്റെ പരിപാലകൻ എന്നല്ലേ അടുത്ത വാക്യം പറയുന്നത്. 121:1-2. ദൈവം എന്നെ സൂക്ഷിക്കുന്നു എന്ന് സാരം. ദൈവമായ കർത്താവ് എന്നെ സൂക്ഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 6 ഡേ വാറിൽ 1967 6 ദിവസത്തെ യുദ്ധത്തിൽ സ്തോത്രം അതെ ഇസ്രായേലിനെ മുഴുവൻ തകർക്കാനായിട്ട് ഇതാ സ്തോത്രം പല മിസൈലുകൾ ഈജിപ്തിൽ നിന്ന് കടന്നു വന്നു, സിറിയയിൽ നിന്ന് വന്നു, യോർദാനിൽ നിന്ന് വന്നു. 3 രാജ്യങ്ങളിൽ നിന്ന് മിസൈൽ കടന്നു വന്നപ്പോൾ ടെല്ലവീവ് പട്ടണത്തിലേക്ക് വന്നതായി മിസൈലിനെ എങ്ങനെയെന്നറിയത്തില്ല. സ്തോത്രം. ആ വരുന്ന മിസൈലുകളെ തട്ടി അതിനപ്പുറത്ത് മെഡിറ്ററേനിയൻ സമുദ്രമാണ്. ടെല്ലവീവ് നിൽക്കുന്നത് മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്താണ്. ആ ബീച്ചിലൂടെ പലപ്പോഴും ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്തോത്രം എങ്ങനെയെന്നറിയത്തില്ല, അതേ വരുന്നതായ മിസൈലിനെ ഒരു ശക്തി തട്ടി മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ഇടുകയാണ്. അതെന്തോ ശക്തിയാണ്, അത് സൂക്ഷിച്ചു നോക്കിയാൽ, ആത്മാർത്ഥറിവിൽ നിങ്ങൾ നോക്കിയാൽ, സ്തോത്രം നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അത് ദൈവത്തിൻ്റെ കൈയാണ്. അങ്ങനെയാണ് അയൺ റൂം എന്നറിയപ്പെടുന്നതായ ആശയം അവർക്ക് ഉണ്ടാകുകയും ലോകത്തിൽ ആദ്യമായിട്ട് അവരത് കണ്ടുപിടിക്കുകയും തക്കോണം ചെയ്തത്. സോ നോക്കണമേ, അങ്ങനെ കർത്താവ് നമ്മുടെ പരിപാലകനാണ്. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഒരു അയൺ റൂം ഉണ്ടാകാതെ ഇരുന്ന സമയത്ത്, ഒരു അയൺ റൂം ഉണ്ടാകാതെ ഇരുന്നപ്പോഴും സ്തോത്രം സങ്കീർത്തനക്കാരൻ പണ്ട് പാടിയത് ലിറ്ററലി യഹൂദൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഇസ്രായേലിൻ്റെ പരിപാലകൻ, അവൻ മയങ്ങിയതുമില്ല, അവൻ ഉറങ്ങിയതുമില്ല. സോ അതേപോലെ അക്ഷരീക ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കുന്നത് പോലെ അബ്രഹാമിൻ്റെ സ്തോത്രം കൃപയാൽ ആത്മീയ ഇസ്രായേലാകുന്ന ദൈവത്തിൻ്റെ സഭയെയും അതേ കർത്താവ് കീപ്പ് ചെയ്യുന്നു, അഥവാ ഗാർഡ് ചെയ്യുന്നു, അഥവാ ദൈവം സംരക്ഷിക്കുന്നു. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ, ദൈവം എന്നെ സംരക്ഷിക്കുന്നു.
ദൈവത്തിൻ്റെ നോട്ടം എൻ്റെ മേലുണ്ട്. 31 അധ്യായം യെശയ്യാ പ്രവചനം 4 വാക്യം പറയുന്നു. യെശയ്യാ പ്രവചനം 31:4 പറയുന്നു, പക്ഷി തൻ്റെ കൂടിനെ സൂക്ഷിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നു. സ്തോത്രം. പക്ഷി തൻ്റെ കൂടിനെ സൂക്ഷിക്കുന്നത് പോലെ സ്തോത്രം ദൈവം നമ്മെ സംരക്ഷിക്കുന്നു എന്ന്. ആമേൻ റൈറ്റ്? അതിന് 31:5 യെശയ്യാ 31:5 പക്ഷി ചുറ്റിപ്പറഞ്ഞ് കാക്കുന്നത് പോലെ സൈനിക യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും, അവനതിനെ കാത്ത് രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പാലിക്കും. സ്തോത്രം. ഇസ്രായേലിൻ്റെ കർത്താവ് അവൻ എന്ത് ചെയ്യുന്നു? യെരൂശലേമിനെ പക്ഷി തൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ, പക്ഷി തൻ്റെ കൂടിനെ സൂക്ഷിക്കുന്നത് പോലെ അവൻ സൂക്ഷിക്കുന്നു. മറ്റൊരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേറൊരു വാക്യമാണ് സഖറിയ പ്രവചന 2-ാം അധ്യായത്തിലേക്ക് വന്നാണ്ട്. സഖറിയ പ്രവചന 2-ാം അധ്യായം, സഖറിയ പ്രവചന 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം അതിൻ്റെ 8-ാം വാക്യം, എൻ്റെ 8-ാം വാക്യം തന്നെ, 8-ാം വാക്യം, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു, അവ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. പക്ഷി തൻ്റെ കൂടിനെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കുന്നു. എത്ര പാവം കോഴിയാണെങ്കിലും അത് അടയിരുന്നാൽ എൻ്റെ മുട്ടയെടുത്താലോ എൻ്റെ കുഞ്ഞു കോഴിയെ ശല്യം ചെയ്താലോ കോഴി വിടുവോ? കോഴി നമ്മളെ ചിക്കൻ മഞ്ചൂരിയനാക്കും, ഹ്യൂമൻ മഞ്ചൂരിയനാക്കും. കാരണം സ്തോത്രം, കോഴിക്കൊരിക്കലും തൻ്റെ കുഞ്ഞിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നതുപോലെ ദൈവം തൻ്റെ കൂടിനെ, അതായത് തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ കീപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങളെ കീപ്പ് ചെയ്യുന്നത്, നിങ്ങളെ സംരക്ഷിക്കുന്നത്, നിങ്ങളെ ഗാർഡ് ചെയ്യുന്നത് സ്തോത്രം സർവശക്തനായ ദൈവമാണ്. അതിൻ്റെ 3-ാമത് ഒരു ഉദാഹരണം കൂടെ പറയാം. ഇടയൻ തൻ്റെ ആടിനെ സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെ ഗാർഡ് ചെയ്യുന്നു. ഇടയൻ, കർത്താവ് നമ്മുടെ വലിയ ഇടയനാണല്ലോ, അല്ലേ? കർത്താവ് നമ്മുടെ വലിയ ഇടയനാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം, 11-ാം വാക്യം, 14-ാം വാക്യം. സ്തോത്രം, ഞാൻ വേഗത്തിലായിപ്പോയി. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ സ്തോത്രം പിന്നെ 11-ാം വാക്യം, 14-ാം വാക്യം. ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ ആ ഇടയൻ എന്ത് ചെയ്യുന്നു? തൻ്റെ ആടുകളെ സ്തോത്രം അവൻ സംരക്ഷിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ആടുകൾ ഇടയനാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് തിരുവചനം പറയുകയാണ്. ആടുകൾ അന്ന് ഇടയനാൽ സംരക്ഷിക്കപ്പെടുന്നു. സ്തോത്രം. നോക്കിയേ, ലൂക്കോസ് 2:8 ഞാൻ വായിക്കുന്നത്. യേശു കർത്താവ് ജനിക്കുന്ന നേരത്ത് യെരൂശലേം പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു വെളിം പ്രദേശമുണ്ട്. ഇപ്പോഴും ആ പ്രദേശമുണ്ട്. ഇന്ന് ആ സ്ഥലത്തിന് വിളിക്കുന്ന പേര് ഷെപ്പേർഡ് ഹിൽസ് എന്നാണ്. ഷെപ്പേർഡ് ഹിൽ. സ്തോത്രം. ഷെപ്പേർഡ് ഹിൽ എന്നറിയപ്പെടുന്നതായ ആ സ്ഥലത്ത് കുറേ ഇടയന്മാർ ആ വെളിം പ്രദേശത്ത് ആടുകളെ പാലിച്ച് കിടന്നു. പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, അത് ഡിസംബർ മാസത്തിലല്ല. ഡിസംബർ മാസത്തിൽ യെരൂശലേമിലോ ബെത്ലഹേമിലോ ഇസ്രായേൽ ഒരിടത്ത് നിങ്ങൾക്ക് വെളിം പ്രദേശത്ത് ഇടയന്മാർ കിടക്കുന്നത് കാണാൻ പറ്റത്തില്ല. കാരണം അത് അത്രയ്ക്ക് തണുപ്പാണ്. അത് നടക്കുന്നത് മിക്കവാറും ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ളതായ സമയത്താണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തുടങ്ങിയുള്ളതായ 6 മാസങ്ങളിലാണ് ഇങ്ങനെ ഇടയന്മാർ ആടുകളെയും കൊണ്ട് വെളിം പ്രദേശത്ത് കിടക്കുന്നത്. കർത്താവ് ജനിച്ചത് ഒരിക്കലും ഡിസംബറിലാകാൻ ചാൻസ് ഇല്ല. എൻ്റെ സ്തോത്രം സബ്ജക്റ്റ് അതല്ല. ബൈബിളിലൂടെ അത് തെളിയിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയും. പക്ഷേ മിക്കവാറും സ്തോത്രം ഒന്നുകിൽ അത് ഏപ്രിൽ മുതൽ അതുപോലെ സെപ്റ്റംബർ വരെയുള്ളതായ സമയത്താണ്. ചില വേദപുസ്തക പണ്ഡിതന്മാരും സ്കോളേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇതാ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ കൂടാരം. അതെന്തോ അതാണ്? മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ കൂടാരം. കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഉത്സവങ്ങൾ എന്ന ദൂതിൽ. അത് കേട്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുമായിരുന്നല്ലോ. ഞാനവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നല്ലോ. സ്തോത്രം. ഇതാ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ബൂസ്, അഥവാ സ്തോത്രം കൂടാരപ്പെരുന്നാൾ. അങ്ങനെ വാദിക്കുന്നവരുണ്ട്. കൂടാരപ്പെരുന്നാളിൻ്റെ നാളിലായിരിക്കാം യേശു കർത്താവ് സ്തോത്രം ഭൂജാതനായത്. ഏതായാലും അത് ഡിസംബറിലല്ല. അപ്പോൾ ഇടയന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. ഇടയന്മാരെ വീട്ടിൽ കട്ടിലില്ലയോ? ഉണ്ട്. മേൽക്കൂരയില്ലയോ? ഉണ്ട്. മെത്തയും തലേണയൊക്കെ ഉണ്ട്. ഭാര്യയുണ്ട്, മക്കളുണ്ട്. പിന്നെ അവിടെ കിടക്കാതെ, അവരെ കൂടെ കഴിയാതെ എന്തിനാ വന്ന് ഈ വഴി കിടക്കുന്നേ? ഈ വെളിംപ്രദേശത്ത് എന്തിനാ കിടക്കുന്നേ? അതെ, കണ്ടില്ലേ, എനിക്ക് കുറച്ച്
ആടുണ്ട്, ആടിനെ ഞാൻ സംരക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ കുറച്ച് ആട്ടിൻകൂട്ടത്തെ ദൈവം തന്നതിനായി സ്തോത്രം. എല്ലാ പാസ്റ്റർമാരെ ഹൃദയവും അതാണ്, എല്ലാ പാസ്റ്റർമാരെ ഹൃദയവും അതാണ് സ്തോത്രം. അതെ, ഡിമോൻ പാസ്റ്ററുടെ ഭാര്യ ഞങ്ങൾ ഒരിക്കൽ ഒരുമിച്ച് കൂടിയിരുന്ന ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ സുരേഷേ സ്തോത്രം, പുള്ളിക്ക് ഇന്ന് 55,000 വിശ്വാസികളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചിലൊന്നാണ് ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗാഡ്. സ്തോത്രം. ഗസില മോഹൻ അല്ലേ അവരുടെ പേര്. അവരിങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ സുരേഷ്, ഈ മനുഷ്യനെ ശനിയാഴ്ച ആകുമ്പോൾ പുള്ളിക്ക് BP കൂടും, പുള്ളിക്ക് ടെൻഷനാണ്. ഞായറാഴ്ച പ്രസംഗം കഴിഞ്ഞിട്ട് മാത്രമേ പുള്ളിയുടെ BP നോർമലാകത്തുള്ളൂ. അതാണ് ഇടയൻ്റെ ഹൃദയം. പുള്ളി ആഹാരം വെറുക്കുന്നു, സ്തോത്രം. അതെ, കംഫർട്ട് സോൺ വെറുക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ആടുകളുടെ കൂടെ അതെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും സ്തോത്രം, അതെ, സ്വന്തം കിടക്ക, സ്വന്തം തലയിണ്, സ്വന്തം റൂം എന്ന് പറയുന്ന ആരും ദയവായി സുവിശേഷ വേല ചെയ്യല്ലേ. വേണ്ട കിടക്കുന്നു, ഹല്ലേലൂയ. സ്വന്തം കിടക്ക, സ്വന്തം തലയിണ്, സ്വന്തം കംഫർട്ട് സോൺ എന്ന് പറയുന്ന ആരും ഈ വേലയ്ക്ക് ഇറങ്ങല്ലേ. ഇതാണ്ടേ സ്തോത്രം, ടെക്നോ പാർക്കുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ ജോലി കിട്ടും, ആ ജോലി ചെയ്താട്ടെ. പക്ഷേ ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ സ്തോത്രം മനസ്സിലാക്കണം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് തമ്പുരാൻ നിന്നെ ഇറക്കുകയാണ്. പിന്നെ നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയല്ല, കർത്താവിനും തൻ്റെ ജനത്തിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നത്. രാത്രിയാണ്, ആട് ഇതാ സ്തോത്രം വെളിം പ്രദേശത്താണ്, ചെന്നായി കടന്നു വരാൻ സാധ്യതയുണ്ട്, ദുഷ്ടമൃഗങ്ങൾ ഇതിനെ പിച്ചി ചീന്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആട് ചിലപ്പോൾ ഉറക്കമായിരിക്കും, പക്ഷേ ഇടയന് പലപ്പോഴും ഉറക്കമില്ല. സ്തോത്രം. 1:45 ആകുമ്പോഴും 2 പ്രാവശ്യം റിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്റ്റേഴ്സ് സ്തോത്രം അതെ ഫോൺ എടുക്കുന്നത് എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഫോൺ 10 മണിക്ക് ശേഷം സൈലൻ്റ് ആണ്. സ്തോത്രം. അതെ, നിങ്ങളുടെ ഇടയന്മാർ, നിങ്ങളുടെ പാസ്റ്റേഴ്സ് ഫോൺ എടുക്കുന്നെങ്കിൽ നിൻ്റെ കുട്ടിക്ക് വയറ് നിറയെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുമ്പോൾ അതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിൻ്റെ പാസ്റ്ററിനെ നീ ഓർത്തോളാം. അയ്യോ, ഇന്ന് തന്നെ 5 കിലോ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പുള്ളിയെ ഡയബറ്റിക് ആക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊന്നും ആരും സ്തോത്രം അതേ തീരുമാനം ഒന്നും എടുക്കല്ലേ. പകരം മനസ്സിലാക്കുക, അതാണ് ഇടയൻ്റെ ഹൃദയം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ അത് തന്നെയാണല്ലോ ദാവീദ് പറയുന്നത്. ഒരിക്കലും ഒരു കരടി വരികയാണ്, പിന്നത്തേതിൽ സിംഹം വരികയാണ്. സ്തോത്രം. അതേ, കരടിയും സിംഹം വന്നപ്പോഴേക്കും മട്ടൻ ബിരിയാണി തിന്നിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് ദാവീദ് വെറുതെ ഇരുന്നില്ല. ദാവീദ് എടുത്ത് ചാടി രണ്ടിനും ഇടയിൽ നിന്നും സ്തോത്രം. ആട് ഓടിപ്പോയി, പക്ഷേ ആ വന്നതായ പോരാട്ടം ഇടയൻ്റെ നേരെ വന്നു. പക്ഷേ ഇടയൻ്റെ മേലുള്ള അഭിഷേകം പോരാട്ടത്തെ തകർത്തു. കമാൻ, കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. പോരാട്ടം വരട്ടെ, തകരണമെന്ന് ആഗ്രഹമുള്ള പോരാട്ടങ്ങൾ വരട്ടെ. പോരട്ടെ. തകരണമെന്ന് ആഗ്രഹമുള്ള പോരാട്ടം വരട്ടെ. തകരണമെന്ന് ആഗ്രഹമുള്ള പോരാട്ടമെല്ലാം വരട്ടെ. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് വീട്ടിലല്ല പാർക്കേണ്ടത്, അഭിഷേകത്തിൽ, പ്രസൻസിൽ, ദൈവത്തിൻ്റെ പ്രസൻസിൽ, ദൈവത്തിൻ്റെ കൃപയാൽ പാർത്താട്. അപ്പോൾ ഈ വാക്യം നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് നമ്മൾ വീഴുന്നല്ല, മാത്രമല്ല അവൻ നമ്മെ ദൈവത്തിൻ്റെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ആ വാക്യം ഒരിക്കൽ കൂടെ നോക്കിയാട്ടെ. അവിടെ ശക്തിയുള്ളവന് എന്ന് തിരുവചനത്തിൽ നമുക്ക് ഒരു പദം കാണുവാൻ കഴിയുന്നു. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ദൈവത്തിൻ്റെ പ്രത്യേകത മാത്രമാണ് ഞാൻ തൊട്ടുപോകുന്നത് ആ വാക്യങ്ങളിൽ. വീഴാതവണ്ണം സൂക്ഷിക്കുന്നവനാണ്, വീഴാതവണ്ണം നമ്മളെ സൂക്ഷിക്കുന്നവനാണ്. അവൻ വീഴാൻ സമ്മതിക്കുന്നില്ല, നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. 3ാമത് പറയുകയാണ്, നമ്മുടെ പ്രത്യേകതയാണ് നമ്മളെ കളങ്കമില്ലാത്തവരാണ്, നമ്മൾ ആനന്ദിക്കുകയാണ്. പക്ഷേ 3ാമത്തെ പ്രത്യേകതയാണ് ആ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ശക്തിയുള്ളവനാണ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? ശക്തിയുള്ളവനാണ്. അപ്പം നമ്മൾ വീഴാതവണ്ണം സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ദൈവം ശക്തിമാനായതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മതയോടെ സൂക്ഷിക്കപ്പെട്ട് നിൽക്കുന്നതും സംരക്ഷണം അനുഭവിക്കുന്നതും ദൈവിക ശക്തിയിലാണ്. ഡുനാമിസ് എന്ന പദം തന്നെയാണ് അവിടെയും എഴുതിയിരിക്കുന്നത്. ഡുനാമിസ് ഗ്രീക്കിൽ എഴുതിയിരിക്കുകയാണ്. ഡുനാമിസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാട്ടെ? സ്തോത്രം. ഡൈനാമോ എന്ന പദം അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സ്തോത്രം മറ്റൊരു പേരാണ് അതെ സ്തോത്രം ശക്തി, ദൈവശക്തി. ഡൈനാമോ, ഡുനാമിസ്. അപ്പോൾ ശക്തിയുള്ളത്. അപ്പോൾ വീഴാതെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഡുനാമിസ് ഏറ്റെടുക്കണം, ശക്തി ഏറ്റെടുക്കണം. തകർന്നു പോകാതെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളെല്ലാവരും, ദൈവദാസന്മാരെല്ലാവരും ദൈവത്തിൻ്റെ ശക്തിയാൽ പൊതിയപ്പെട്ട് നിൽക്കണം. എങ്ങനെയാണല്ലേ ഈ ശക്തി കിട്ടുന്നത്? ലൈറ്റ് എങ്ങനെയാണ് നീ പ്രകാശിക്കുന്നത്? അതേ, കണക്ട് ചെയ്തത് കൊണ്ടാണ്. ഫാനെ എങ്ങനെയാണ് കറങ്ങുന്നത്? അതേ, ഞാൻ ഇലക്ട്രിസിറ്റിയുമായി കണക്ട് ചെയ്തത് കൊണ്ടാണ്.
മൈക്കേ നീ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അതെ, ഞാൻ ആ മിക്സർ വഴി ആംപ്ലിഫയർ വഴി ഇലക്ട്രിസിറ്റിയിൽ ഞാൻ കണക്ട് ചെയ്തത് കൊണ്ടാണ്. വിശ്വാസിയെ, നിനക്ക് എങ്ങനെയാ ശക്തി കിട്ടിയത്? ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ശക്തി കിട്ടുന്നത്. പ്രാർത്ഥിക്കുന്നതാണ് ശക്തി കിട്ടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് പ്രസംഗിക്കുമ്പോഴല്ല. സ്തോത്രം, സ്തുതിക്കുമ്പോൾ വ്യാപരിക്കുമായിരിക്കാം. പക്ഷേ ദ ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈസും വർഷിപ്പും ഒക്കെ നമ്മൾ ഇന്നലെ കേട്ടു, സംഭവം ശരിയാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവരിലാണ് ദൈവത്തിൻ്റെ ശക്തി കുടികൊള്ളുന്നത്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ ഡുനാമിസ് ഹൗസാണ്, പവർ ഹൗസാണ്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ പവർ ഹൗസാണ്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടത്: പ്രസംഗിക്കുന്നവൻ തകർന്നു പോകാം, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. നശിക്കണ്ട എന്നാഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. നശിക്കണ്ട എന്നാഗ്രഹമുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ സ്റ്റോപ്പ് പ്രീച്ചിങ്, സ്റ്റാർട്ട് പ്രേയിങ്. അതെ, നശിക്കേണ്ട എന്നാഗ്രഹമുള്ളവൻ പ്രസംഗം നിർത്തിയിട്ട് പ്രാർത്ഥന തുടങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന കുടുംബം തകർന്നു പോകുന്നില്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തി തകർന്നു പോകുന്നില്ല, പ്രാർത്ഥിക്കുന്ന സഭ തകർന്നു പോകുന്നില്ല, ഫിസിക്കൽ ഗ്യാതറിംഗ് ഇല്ല. പക്ഷെ ഞാൻ നിങ്ങളെ കാല് പിടിച്ച് ഈ ദിവസം പറയുകയാണ്, കൊച്ചു മക്കൾ തുടങ്ങി അതേ വലിയ പ്രായമുള്ളവർ വരെ ദൈവത്തിൻ്റെ കൃപയാൽ പ്രാർത്ഥിക്കണം. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, നിൽക്കുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കില്ലേ എന്തോ ചെയ്യും, വീണ് പോകും. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ വീണ് പോകും, സിമ്പിൾ. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പരീക്ഷയിൽ അകപ്പെടും. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പരീക്ഷയിൽ അകപ്പെടും. അപ്പൊ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എക്സാക്ട്ലി. സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എത്ര നേരം? ഒരു നാഴിക നേരമെങ്കിലും. ഞാൻ പറയാം എന്തുകൊണ്ട് ഒരു നാഴികയെന്ന്. മത്തായി 26:40. മത്തായി 26:40 നിങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് ഗദശമന തോട്ടത്തിൽ പീറ്റർ, ജെയിംസ്, ജോൺ, പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് സ്തോത്രം വന്നിരുന്ന് അത് ചോദിക്കുകയാണ്. ഗദശമനയുടെ വാതിക്കൽ വന്ന് കർത്താവ് ചോദിക്കുകയാണ്. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? 41 വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. അപ്പോൾ 2 മണ്ഡലങ്ങൾ ആ ഒറ്റ വാക്യത്തിലുണ്ട്. ഒന്ന് ആത്മമണ്ഡലവും മറ്റൊന്ന് ജഡമണ്ഡലവും. ആത്മമണ്ഡലവും ജഡീക മണ്ഡലവും. സ്തോത്രം. അപ്പം ജഡത്തെ തോൽപ്പിച്ച് ആത്മാവിൽ ജീവിക്കണമെൻ സ്തോത്രം എന്ത് ചെയ്യണം? ഈ പ്രയർ എന്ന ലാഡറിൽ കയറണം. ഹല്ലേലൂയ. ഒരിക്കൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ലാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ സ്തോത്രം പൈലറ്റ് പറഞ്ഞു, there may be some scattered thunder clouds and a little shower. കുറച്ച് മഴയുണ്ട്. സ്തോത്രം. കാർമേഘമൊക്കെ ഇങ്ങനെ ചെതറിക്കിടക്കുന്നു എന്ന് പറഞ്ഞു. വണ്ടി ഇങ്ങനെ താണു വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, മഴയില്ലല്ലോ. പക്ഷേ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, മേഘത്തിന് മേലെയല്ല മഴ, മേഘത്തിന് താഴെയാണ് മഴ. സ്തോത്രം. അവസാനം മേഘത്തിന് കീഴിൽ വണ്ടി വന്നപ്പോഴാണ് ഇതാ വെള്ളം വീഴുന്നു. മേഘത്തിന് കീഴിലാണ് പോരാട്ടം. ജഡമണ്ഡലത്തിലാണ് ഈ മഴ, ജഡമണ്ഡലത്തിലാണ് ഈ പരീക്ഷ. അപ്പം ജഡമണ്ഡലത്തിൽ ജീവിക്കുന്നവന് മാത്രമേ പരീക്ഷയുടെ പ്രഷർ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാമ്പ് ഇഴയുന്നത് മണ്ണിലാണ്. എന്നാൽ മണ്ണിൻ്റെ പരീക്ഷാ മണ്ഡലത്തിൽ നിന്ന് വിണ്ണിൻ്റെ ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരു ഫ്രീ ആയൊരു ലിഫ്റ്റ് ദൈവം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന ആ ബോക്സിൽ കയറി, പ്രാർത്ഥന എന്ന ആ ഏണിയിൽ കയറി ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പരീക്ഷകളെ നിങ്ങളെ വീഴ്ത്തുന്നതായ പ്രലോഭനങ്ങളെ നിങ്ങൾ ജയിക്കുകയാണ്. പ്രസംഗത്തിൽ ജയിക്കുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത്, പ്രവചനത്തിൽ ജയിക്കുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ജയിക്കുന്ന പരിപാടിയാണ് ഞാൻ പറയുന്നത്. പലരും ശുശ്രൂഷയിൽ ജയിച്ചു, ജീവിതത്തിൽ വീണു. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ജയജീവിതം എന്ന് പറയുന്നത് സ്തോത്രം ശുശ്രൂഷയിലുള്ള ജയമല്ല, ജീവിതത്തിൻ്റെ ജയമാണ്. യേശു കർത്താവ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതായ പദം സ്തോത്രം അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവാ, മിനിറ്റിനുള്ളിൽ അറസ്റ്റിലാകാൻ പോവാ. യേശു കർത്താവ് സ്തോത്രം പറഞ്ഞു കൊടുക്കുന്നതായ ജയം, കിൻഡൽ കണക്കിന് ഭൂതത്തെ എങ്ങനെ പുറത്താക്കാം, അതേ സ്തോത്രം കോട്ട കണക്കിന് ആശുപത്രി എങ്ങനെ അടയ്ക്കാം, രോഗികളെ സൗഖ്യമാക്കി, ഇതൊന്നുമല്ല, ഈ ട്രിക്കും ഗിമിങ്സും അല്ല യേശു പറഞ്ഞത്. കർത്താവ് തത്വങ്ങൾ, സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആണ് കർത്താവ് പറഞ്ഞത്.
എന്തിൻ്റെ? ശുശ്രൂഷയല്ല, ജീവിതത്തിൽ ജയിക്കണം. ജീവിതത്തിൽ ജയിക്കുന്നവന് മാത്രമേ ശുശ്രൂഷയിൽ ജയിപ്പാൻ കഴിയത്തുള്ളൂ. അടുത്തിരിക്കുന്നവരെ നോക്കി ചോദിച്ചാട്ടെ, സ്തോത്രം, ജീവിതത്തിൽ ജയിക്കണം, അപ്പോൾ ശുശ്രൂഷ ജയിക്കും. പറ ജീവിതത്തിൽ ജയിക്കുമ്പോൾ എവിടെ ജയിക്കുന്നു? ശുശ്രൂഷയിൽ ജയിക്കുന്നു. ജീവിതത്തിൽ ജയിക്കുന്നവൻ പ്ലാറ്റ്ഫോമിൽ ജയിക്കുന്നു. ജീവിതത്തിൽ ജയിക്കുന്നവൻ സഭയിൽ ജയിക്കുന്നു. ജീവിതത്തിൽ ജയിക്കുന്നവൻ സ്തോത്രം ദേശത്ത് ജയിക്കുന്നു. അതുകൊണ്ട് ജയിച്ചു നിൽക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണു പോകാതിരിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ലൂക്കോസ് 22:31, ലൂക്കോസ് 22 സ്തോത്രം 31 വായിക്കുമ്പോഴും ഇതിന് അനുസൃതമായ ഒരു ദൈവവചനമാണ് അവിടെ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പാകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതും പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സാത്താൻ നിനക്ക് വേണ്ടി സ്തോത്രം, സാത്താൻ നിന്നെ അതേ ഗോതമ്പിനെ പോലെ പാറ്റുവാൻ അവകാശം ചോദിച്ചു, സ്തോത്രം കൽപ്പന ചോദിച്ചു. പക്ഷേ അവിടെ യേശു സ്തോത്രം ശിഷ്യന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പത്രോസിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാതിരുന്നെങ്കിൽ യൂദയ്ക്ക് പറ്റിയ അബദ്ധം ഇവർക്കും പറ്റുമായിരുന്നു. യൂദ തകർന്നു പോയതുപോലെ ഇവരും തകർന്നു പോയേനെ. സ്തോത്രം. അപ്പോൾ ഈ പ്രേയർ രണ്ട് രീതിയിൽ, അത് രണ്ട് ദിശകളിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, മറുവശത്തെ കർത്താവും പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ 3 പേരെടുത്ത് വന്നാൽ നിങ്ങളെ പ്രാർത്ഥിക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ ചെന്നിടന്ന് ഉറങ്ങിക്കോ എന്നല്ല കർത്താവ് പറഞ്ഞത്. പുതിയ നിയമത്തിലെ മധ്യസ്ഥനാകുന്ന യേശു ഇന്നും പറയുന്നത്, സ്തോത്രം, നിങ്ങളും പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യുന്നു? മറുവശത്ത് ഞാനും പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു, മറുവശത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഏറ്റവും മനോഹരമായ ശുശ്രൂഷ, ഏറ്റവും മനോഹരമായ സ്പിരിച്വൽ ആർട്ട് അത് പ്രാർത്ഥന തന്നെയാണ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എന്താണ്? പ്രാർത്ഥന. സ്തോത്രം. ഓക്കെ, വീണ്ടും യൂദയുടെ ലേഖനത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. അതിൻ്റെ 24-25 സ്തോത്രം. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ആ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഗാഡ്സ് എബിലിറ്റിയാണ്, അല്ലേ? സ്തോത്രം. കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിങ്ങളെ നിർത്തുവാൻ ശക്തിയുള്ളവന്. സ്തോത്രം. അതാരുടെ പെർഫോമൻസ് ആണ്? നിങ്ങളുടെ പെർഫോമൻസ് ആണോ? അല്ല, ദൈവമാണ് നിങ്ങളെ നിർത്തുന്നത്. ദൈവമാണ് നിങ്ങളെ നിർത്തുന്നത്. കർത്താവ് നിങ്ങളെ ഇതാ ഒരുക്കി നിർത്തുകയാണ്. കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ദൈവത്തിൻ്റെ സന്നിധി ദൈവം നിർത്തുകയാണ്. അപ്പോൾ സ്തോത്രം, അത് ഗാഡ്സ് എബിലിറ്റിയാണ്. നിത്യതയിൽ നമ്മൾ എത്തി കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുള്ള ജീവിതത്തിൽ അവൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ അവൻ്റെ എബിലിറ്റിയാണ്, അവനിങ്ങനെ കുട പിടിച്ചു തരും. അപ്പോൾ ആ കുടയ്ക്ക് കീഴിൽ നമ്മൾ നിൽക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇല്ലാതെ എനിക്കറിയാം, എനിക്ക് മറ്റേ സിംഗപ്പൂർ പ്രാസംഗിനെ അറിയാം, എനിക്ക് മറ്റേ ദുബായിലെ പ്രവാചകനെ അറിയാം, എനിക്ക് മറ്റേ ഇംഗ്ലണ്ടിലെ ടീച്ചറിനെ അറിയാം, എനിക്ക് അമേരിക്കയിൽ അപ്പപ്പോൾ ഉള്ള അപ്പോസ്തലനെ അറിയാം, അപ്പപ്പോൾ സ്ഥലത്തുള്ള അപ്പോസ്തലനെ എനിക്കറിയാം. ഇതല്ല പറയേണ്ടത്, എനിക്കറിയാം എന്ന് അഹങ്കരിക്കാതെ പകരം ആ കൊട തമ്പുരാൻ പിടിച്ചു തരുമ്പോൾ ആ കൊടയ്ക്ക് കീഴിൽ അടങ്ങി ഒതുങ്ങി നമ്മൾ നിൽക്കണം. നിന്നില്ലേ എന്തോ പറ്റും. അമസ്യാവിന് പറ്റിയത് നിനക്കും പറ്റും. അമസ്യാവ് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ദൈവകൃപയിൽ നമ്മുടെ കഴിവ്, നമ്മുടെ പരിചയം, നമുക്ക് പലതൊക്കെ അറിയാലോ, അല്ലേ? ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ ഇറങ്ങിപ്പോയാൽ അമസ്യാവെന്ന് പറയുന്ന ഒരുത്തിന് പറ്റിയതായ അബദ്ധം നമുക്ക് പറ്റും. അധികം പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് പുള്ളി. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. എൻ്റെ കർത്താവേ, ഇതൊന്ന് തീർത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. അവിടെ ഇതാ ഇസ്രായേൽ രാജാവായ യഹോവാസിൻ്റെ മകനായ യോവാശിൻ്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യാവ് രാജാവായി. അമസ്യാവ് 25-ാമത്തെ വയസ്സിൽ അവൻ രാജാവായി. അവൻ 29 സംവത്സരം അവിടെ സ്തോത്രം രാജഭരണം നടത്തി. പുള്ളിയുടെ ആദ്യമൊക്കെ വളരെ നന്നായിരുന്നു. താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ തിരുവചനം പറയുന്നു, സ്തോത്രം, അവൻ പോയി സ്തോത്രം, അതെ എവിടെയാ അതിൻ്റെ സ്തോത്രം, അതെ താഴേക്ക് വായിച്ചേ. അതിൻ്റെ എത്രാമത്തെ 1-ാം വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവൻ പോയി സ്തോത്രം 5-ാം വാക്യം മുതൽ 5-ാം വാക്യം. രാജ്യത്വം അവന് സ്ഥിരമായപ്പോൾ
അവൻ അപ്പനായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു. 6-ാം വാക്യം. എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കുന്ന യഹോവ കൽപ്പിച്ചായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ആ കൊലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു. ഒക്കെ അതേ തെറ്റ്. 7-ാം വാക്യമാണ്, കേക്ക്. അവൻ ഉപ്പ് താഴ്വരയിൽ വെച്ച് ഏദോമ്യരിൽ 10,000 പേരെ കൊന്നു. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ജയയാത്രയുടെ പ്രധാനപ്പെട്ട കാര്യം. സേല യുദ്ധം ചെയ്ത് പിടിച്ച് അതിന് യൊക്തക്കൽ എന്ന് പേര് വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. ഇന്നത്തെ പെട്രയ്ക്കടുത്തുള്ളതായ ഒരു സ്ഥലമാണത്. പെട്രയ്ക്കടുത്തുള്ളതായ സ്ഥലം. സ്തോത്രം. കാരണം യദോമ്യർ എന്ന് പറയുന്ന യദോം എന്ന് പറയുന്നത് ആരാണ്? യാക്കോബിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കാര്യമാണ് പറയുന്നത്. യദോമ്യർ, ഏശാവിൻ്റെ മക്കൾ. സോ ഇന്ന് കാണുന്നതായ പെട്രയുടെ ആ സ്ഥലത്തെ അവർ യുദ്ധം ചെയ്ത് അവിടെ വെച്ച് 10,000 പേരെ കൊന്നു. സക്സസ്. നല്ല രാജാവാണ്. സ്തോത്രം. അവനൊരു ജയം കിട്ടി. അവൻ യുദ്ധം ചെയ്തു. അവൻ 10,000 പേരെ കൊന്നു. ആ എക്സാമിൽ ജയിച്ചു, അല്ലെങ്കിൽ ആ കൺവെൻഷനിൽ ജയിച്ചു, ആ കൊയറിൽ ജയിച്ചു, കഴിഞ്ഞ ആ പ്ലാറ്റ്ഫോമിൽ ജയിച്ചു. കഴിഞ്ഞ പ്ലാറ്റ്ഫോമിൽ എപ്പോഴോ ഏതോ ശുശ്രൂഷയിൽ കുറച്ച് ജയിച്ചു. ആ ജയിക്കാതിരുന്നേ കുഴപ്പമില്ലായിരുന്നു, നോർമലായി പോയനെ. പക്ഷെ ജയിച്ചപ്പോൾ കൊമ്പത്ത് കയറി. ജയിച്ചപ്പോൾ സ്തോത്രം ഈ യഹൂദ രാജാവ് ചുമ്മാ ഇരുന്നതായ സ്തോത്രം അതെ ഇസ്രായേൽ രാജാവുമായി ആയിട്ട് സ്തോത്രം അതെ അവൻ പറഞ്ഞു, ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചിട്ട് പറഞ്ഞു, വാടാ, ഞാൻ ആൾറെഡി എനിക്കൊരു ജയം കിട്ടി. മറ്റവന്മാരെ ഏദോമിയരെ ഞാൻ കൊന്നു, ഏദോമിയരെ 10,000 പേരെ ഞാൻ തകർത്തു. വാ, ഇപ്പം നമുക്ക് നോക്കാം എന്ന് ജഡത്തിൽ അഹങ്കരിച്ചു. ഇന്നലെ ഒരിടത്ത് വെച്ച് തമ്പുരാനവന് ജയം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ ഒരിടത്തെ ജയം കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഇതാ വേറൊരിടത്ത് അവൻ ദൈവത്തിൻ്റെ നിയോഗമല്ല കാണിക്കുന്നത്, സ്വന്തം അഹങ്കാരമാണ് കാണിക്കുന്നത്. അവരെ ജയിച്ചെങ്കിൽ, അതിനെ ജയിച്ചെങ്കിൽ യോനെയും ജയിക്കാമല്ലോ. വാ നോക്ക്, എൻ്റെ മോനെ വേണമെങ്കിൽ നിൻ്റെ മോളെ കൊണ്ട് കെട്ടിക്കാം. ലിറ്റററി അങ്ങനെ തന്നെ പറയുന്നു അവിടെ. സ്തോത്രം. വാ, നമുക്കൊന്ന് നോക്കാം. പക്ഷെ എന്താ സംഭവിച്ചത്? സ്തോത്രം അതെ ലബാനോളിൻ്റെ മുൾപ്പടപ്പ് ലബാനോളിൻ്റെ ദൈവദാരനോട് നിൻ്റെ മകളെ എൻ്റെ മകനെ ഭാര്യയായി തരിക എന്ന് ആളയിച്ച് പറയിപ്പിച്ചു. എന്നാൽ ലബാനോളിലെ ഒരു കാട്ടുമൃഗം കടന്നു പോകുകയിൽ മുൾപ്പടപ്പിനെ ചവിട്ടിക്കളഞ്ഞു. 9-ാം വാക്യം ഞാൻ പറഞ്ഞത്. എല്ലാം വിവരിക്കാൻ നേരമില്ല. തുടർന്ന് ഒരിടത്ത് ജയം കിട്ടി, ഒരിടത്ത് സക്സസ് ആയി, പക്ഷെ വേറൊരിടത്ത് അനാവശ്യമായിട്ട് ചൊറിയാൻ പോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരിടത്തൊരു ജയം കിട്ടി. ആ ജയം വെച്ച് സന്തോഷത്തോടെ ജയം ആഘോഷിച്ച് വീട്ടിയിരിക്കണ്ടേ? പക്ഷേ ഈ യഹൂദ രാജാവ് തൻ്റെ സൈന്യവുമായി ചുമ്മാ ഇരുന്ന ഇസ്രായേലിനെ ചൊറിയാൻ വേണ്ടി പോയി. സംഭവിച്ച കാര്യം എന്താണ്? 12-ാം വാക്യം. യഹൂദ ഇസ്രായേലിനോട് തോറ്റു. മനസ്സിലാക്കണം, അഹങ്കാരികൾ എപ്പോഴും തോറ്റുപോകുന്നു. കൊടയ്ക്ക് കീഴിൽ നിൽക്കാത്തതെല്ലാം തോറ്റുപോകുന്നു. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കാണാതെ പഠിക്കണം. അഹങ്കാരികളെല്ലാം ഈ കവറിങ്ങിന് കീഴിൽ നിൽക്കാത്തതല്ല. സ്തോത്രം. യഹൂദ ഇസ്രായേലിനോട് തോറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. 13-ാം വാക്യം. സ്തോത്രം. അമസ്യാവിൻ്റെ മകനായ യോവാശിൻ്റെ മകൻ അമസ്യാവ് എന്ന യഹൂദ രാജാവിനെ ഇസ്രായേൽ രാജാവായ യോവാശ് ബെത്ശേമിൽ വെച്ച് പിടിച്ചിട്ട് യെരൂശലേമിലേക്ക് വന്നു. നോക്ക്, യെരൂശലേമിൻ്റെ മതിൽ എഫ്രയീം പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. ഒന്നാമത് അവിടുത്തെ സംരക്ഷണയുടെ മതിൽ പൊളിഞ്ഞുപോയി. കൊടയ്ക്ക് കീഴിൽ നീ ചേർന്ന് നിൽക്കാതിരിക്കുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത്, ദൈവം നിനക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന ഒരു വേലിയുണ്ട്. ആ വേലി പൊളിഞ്ഞു പോകുന്നു. അഹങ്കാരികളുടെ വേലികൾ പൊളിഞ്ഞു പോകുന്നു. ഇന്ന് രാവിലെ വാട്സപ്പ് സന്ദേശം ഞാൻ പറഞ്ഞു, സ്തോത്രം, തോട്ടത്തിനൊരു വേലിയുണ്ട്, പിന്നെ മതിലില്ലെങ്കിലും ഒരു തീ മതിലുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും ദൈവം കെട്ടിയിരിക്കുന്ന ഒരു വേലിയുണ്ട്. അഹങ്കാരം കാണിക്കുമ്പോൾ ആ മതിൽ എന്ത് ചെയ്യുന്നു? മതിൽ പൊളിഞ്ഞു. രണ്ടാമത് 14-ാം വാക്യം. 2 രാജാക്കന്മാർ 14 വായിക്കുമ്പോൾ, യഹോവയുടെ ആലയത്തിലെ രാജധാനിയിലെയും ഭണ്ഡാരത്തിൽ കണ്ട പൊന്നും വെള്ളിയുമൊക്കെ സകല ഉപകരണങ്ങളും എടുത്ത്, സ്തോത്രം, രണ്ടാമത് സംഭവിച്ചത് നന്മയെല്ലാം അതെ അവർ കൊള്ളയടിച്ചു. സ്തോത്രം. നന്മയെല്ലാം കൊള്ളയടിച്ചു. റോബ് ദ ട്രഷേഴ്സ്, ഡിഫൻസ് ബ്രോക്കൻ, റോബ് ദെയർ ട്രഷേഴ്സ്. അവരുടെ സ്തോത്രം ധനനഷ്ടം. രണ്ടാമത് സംഭവിച്ചത് ധനനഷ്ടമുണ്ടായി. 1 സംരക്ഷണം നഷ്ടപ്പെട്ടു, 2 ധനം നഷ്ടപ്പെട്ടു. അഹങ്കാരികൾ അഹങ്കാരം കാണിക്കുമ്പോൾ അവിടെ സംരക്ഷണം നഷ്ടപ്പെടുന്നു, 2 ധനം നഷ്ടപ്പെടുന്നു. നമ്പർ 3, മൂന്നാമത് കാണുന്നത്, എടുത്ത് ജാമ്യക്കാരെയും
പിടിച്ച് ശമരിയയിലേക്ക് പോയി. ജാമ്യക്കാരെ പിടിച്ച്, ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു ഹോസ്റ്റേജസ് ആയി, മീൻസ് അവരെ അടിമകളാക്കി. മൂന്നാമത് അവർ ശത്രുവിന് അടിമകളാകുന്നു. വിശ്വാസികളുടെ കാര്യമാണ്. വിശ്വാസികൾ ചിലപ്പോൾ ദൈവദാസന്മാർ അവർ അഹങ്കാരികളാകുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ താഴ്മയുള്ളവരായിരിക്കണം വിശ്വാസികൾ. ഇന്ത്യയിലെ ഏറ്റവും താഴ്മയുള്ള ജനമായിരിക്കണം വിശ്വാസികൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യേശുവിനെ പോലെ താഴ്മയുള്ളവരായിരിക്കണം ആര്? വിശ്വാസികൾ. പക്ഷേ സമൂഹത്തിലെ ഏറ്റവും വലിയ അതേ അഹങ്കാരികളായി തീരുമ്പോൾ നിന്റെ ചുറ്റും ദൈവമിട്ടിരിക്കുന്നതായ ഫെൻസിങ്, സ്തോത്രം, സംരക്ഷണ തകർക്കപ്പെടുന്നു, സമ്പാദ്യം തകർക്കപ്പെടുന്നു, നീ അവസാനം അടിമയായിത്തീരുന്നു. ആ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ പറ്റരുതേ. പകരം സ്തോത്രം എന്ത് ചെയ്യണം? വീഴാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. വീഴാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിച്ച്, 24 വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്ക്, തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, അഥവാ കഴിവുള്ളവന് സ്തോത്രം, ശക്തിയുള്ളവന്, ഗാഡ്ലി എബിലിറ്റി. സ്തോത്രം, നിന്നെ ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ നിർത്താൻ ദൈവത്തിന് കഴിവുണ്ട്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, കഴിവില്ലാത്തവനല്ല എൻ്റെ കർത്താവ്. പറ, കഴിവില്ലാത്തവനാണ്, അവന് കഴിയുന്നവനാണ്, അവന് കഴിവുള്ളവനാണ് ദൈവം. അവൻ കഴിവുള്ളവൻ്റെ പിന്നാലെയാ ഞാൻ ഇറങ്ങിപ്പോയാൽ, അല്ലാതെ കഴിവില്ലാത്തവൻ്റെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. ഗതികേട് കൊണ്ട് അയ്യോ ഇവിടെ വന്ന് ഗതികേടായിപ്പോയി, നോ, കള്ളം. ഇവിടെ എന്തേലും നടക്കത്തുള്ളൂ. എൻ്റെ കർത്താവ് അവൻ കഴിവുള്ളവനാണ്. അവൻ പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അർത്ഥം കൊണ്ടുവാ, നിന്റെ ഫയലിനെ കൊണ്ടുവാ, നിന്റെ ആവശ്യം കൊണ്ടുവാ. നിന്റെ ഗവൺമെൻറ്റിന് കഴിയാത്തത്, നിന്റെ നേതാക്കന്മാർക്ക് കഴിയാത്തത് എന്നാൽ കഴിയുക. സ്തോത്രം, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് കർത്താവ്. അല്ല, കർത്താവ് പറയുന്നില്ല രാവിലെ എഴുന്നേൽക്ക് പ്രിയല്ലേ, നാളെ രാവിലെ നമുക്ക് ഒരിടം വരെ പോകണം കേട്ടോ, കുറച്ച് ദൂതന്മാരെ കൂടുതൽ വിളിച്ചോ, കാരണം പ്രശ്നം കഠിനമാണ് എന്ന് ദൈവം ഒരിക്കലും പറയുന്നില്ല. കർത്താവ് ഒരിക്കലും പറയത്തില്ല, നാളെ നമുക്ക് നോർത്ത് ഇന്ത്യയിലാണ് മിഷൻ. സ്തോത്രം, ഗബ്രിയേലെ നീ ആ മിഖായേലിനെയും കൂടെ കൂട്ടണം. ആദ്യം മിഖായേലിനെ വിടണം. മിഖായേൽ പോയി എല്ലാം ഒന്ന് അടിച്ച് നിരപ്പാകട്ടെ, പിന്നെ രണ്ടാമതിറങ്ങാം എന്ന് ദൈവം എപ്പോഴെങ്കിലും പറയുമോ? നോ. ദൈവത്തിന് ദൂതന്മാർ വേണ്ട, ദൈവത്തിന് കീബോർഡ് വേണ്ട, ദൈവത്തിന് വർഷിപ്പ് ലീഡർ വേണ്ട, ദൈവത്തിൻ്റെ രാജ്യങ്ങളെ കിഴിമിലമറിക്കാൻ ഒരു പ്രാസിങ്ങിനെ പോലും വേണ്ട. കഴുതയുടെ വായിൽ ദൂത് കൊടുപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. അവൻ കഴിവില്ലാത്തവനല്ല, അവൻ സർവശക്തനാണ്. അവൻ സർവശക്തനാണ്. ചില ചോദിക്കും, നൂലേ കെട്ടി ഇറക്കോ? നൂലില്ലാതെ നിന്റെ ബെഡ്റൂമിൽ ഇറക്കുവാൻ, നൂലില്ലാതെ നിന്റെ ജീവിതത്തിൽ ഇറക്കുവാൻ അവൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. അതേ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കഴിവ് നോക്കിയേ. ദൈവത്തിൻ്റെ കഴിവ് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം, എല്ലാം പറയാൻ നേരെയില്ല, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ചിലത് പറയട്ടെ. നമ്പർ 1, വിടിവിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. വിടിവിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയക്കുമ്പോൾ ദൈവകൃപയാൽ നിങ്ങൾ മനസ്സിലാക്കണം, വിടിവിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. ദാനിയേൽ 3:15 വാക്യത്തിൽ നെബൂഖദ്നേസർ എന്ന രാജാവ് വെല്ലുവിളിച്ച് അഹങ്കാര സ്വരത്തിൽ പറയുകയാണ്, അങ്ങനെ വിടിവിക്കോ? എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കോ? പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുമോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഞാനാണ് ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കിയത്, ഞാനാണ് ബാബേൽ സംസ്കാരം, ബാബേൽ സാമ്രാജ്യം പണിതത്, ഞാൻ മഹാരാജാവാണ് നെബൂഖദ്നേസർ. സ്ഥാനത്തിലെ ബാബേൽ രാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് ആര്? നെബൂഖദ്നേസർ. ആ മഹാനായ നെബൂഖദ്നേസർ ചോദിക്കുന്നു, സ്തോത്രം, എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കാവുന്ന ദേവൻ ആർ? 3:15 അവസാന ഭാഗം. നിന്റെ ദൈവം അവനാര് എന്ന് അഹങ്കരിച്ച് ചോദിക്കുകയാണ്. എന്നാൽ തൊട്ട് താഴെ ശദ്രക്ക്, മേശയ്ക്ക്, അബേദ്നെഗോവ് ആ തീയുടെ മണം പോലും പറ്റാതെ, ആ പ്രശ്നത്തിൻ്റെ മണം പോലും പറ്റാതെ, അങ്ങനെ ഒരു പ്രശ്നം പോലും അവർക്ക് ഇല്ല എന്ന ക്രമത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ രാജാവ് അതേ ജനങ്ങൾക്ക് അതേ സിംഹാസനത്തിൽ അതേ രാജധാനിയിലിരുന്ന് സ്തോത്രം നേരെ തിരിച്ച് ഇപ്രകാരം പറയുന്നു, തൻ്റെ ദാസന്മാരെ അവൻ സ്വന്തം ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. നേരത്തെ ചോദിച്ചത് വിടുവിക്കാൻ ശക്തിയുള്ളവൻ ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മുൻപിൽ തന്നെ 4th man in the fire,
സ്തോത്രം 4-മനായി അതേ കർത്താവ് ആ തീയിൽ ഇറങ്ങി. ആ ഫോർത്ത് മാൻ എന്ന് പറയുന്നത് സ്തോത്രം തൃത്വത്തിൽ 2-മനാണ്. പഴയ നിയമത്തിൽ തൃത്വത്തിൽ 2-മൻ്റെ പല പ്രത്യക്ഷതകൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. അതിലൊന്നാണ് ആ സാമ്രാജ്യത്തിൻ്റെ ഷേപ്പ് തന്നെ മാറ്റാൻ, ആ രാജാവിനെ രക്ഷിപ്പാൻ രാജാതി രാജാവ് ആ തീയിലിറങ്ങി. ഇതേ രാജാവ് വിശ്വാസിയായി പിന്നത്തേതിൽ തീർന്നു. ആര്? നെബൂഖദ്നേസർ രാജാവ്. സ്തോത്രം. അത് മറ്റൊരു പ്രസംഗം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കഴിവാണ് ഏത് തീയിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നവനാണ് ദൈവം. എത്ര വലിയ തീച്ചൂള പോലെയുള്ള പ്രശ്നത്തിൽ നിന്നും വ്യക്തിയായി കുടുംബമായി നിങ്ങളെ വിടുവിക്കുന്നവനാണ് ദൈവം. വലത് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ, ദൈവം വിടുവിക്കുന്നവനാണ്, ദൈവം വിടുവിക്കുന്നവനാണ്. 2 ഉളവാക്കുന്നവനാണ് ദൈവം. മത്തായി 3:9 മത്തായി 3:9 വായിക്കുമ്പോൾ സ്തോത്രം, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന ഉള്ളം കൊണ്ട് പോലും പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. മാതാവേ, പിതാവേ, നിന്റെ മക്കൾ ദൈവമില്ലാത്തവരായി ഈ ദിവസങ്ങളിൽ ജീവിക്കുന്നു. അവർ കല്ലിൻ്റെ പിന്നാലെ പോയോ? അവർ കല്ല് പോലെയുള്ള ഹൃദയത്തിലായി പോയോ? അവരുടെ ആത്മീയം തണുത്തു പോയോ? എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ തിരുവചനം പറയുന്നു, കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ഇന്ന് കല്ലുകൾ പോലെ ഇരിക്കുന്നതിനെ ഉരുകേണ്ടതിനെ ഉരുക്കി, ഷേപ്പ് ചെയ്യേണ്ടതിനെ ഷേപ്പ് ചെയ്ത് നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവകൃപ നിന്റെ മക്കളിലും പകർന്ന് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് അവരെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. കഴിവ് കെട്ടവനെയല്ല നീ ആരാധിക്കുന്നത്, കഴിവുള്ളവനെയാണ് നീ ആരാധിക്കുന്നത്. വീണ്ടും വേദപുസ്തകം പറയുന്നു, റോമർ 4:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ നിറവേറ്റുവാൻ കഴിവുള്ളവനാണ്. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് സ്തോത്രം അതെ നിവർത്തിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. റോമർ 4:20-21 തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. റോമർ 4:20 മുതൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അബ്രഹാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 21 അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ദൈവം കഴിവുള്ളവനാണ്. വാഗ്ദത്തം വായി തുറന്ന് ദൈവം പറഞ്ഞെങ്കിൽ വായി കൊണ്ട് പറഞ്ഞത് തൃക്കരം കൊണ്ട് നിവർത്തിപ്പാൻ ദൈവം കഴിവുള്ളവനാണ്. വാഗ്ദത്തം കേട്ടു എങ്കിൽ സ്തോത്രം അതേ വെറുതെ ആശിപ്പിച്ച് മിണ്ടാതിരിക്കുന്നവനല്ല ദൈവം. വാ തുറന്ന് വാഗ്ദത്തം പറഞ്ഞവനായ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ നിന്നെയും നിന്റെ തലമുറയെയും എത്തിപ്പാൻ തക്കണം കഴിവുള്ളവനാണ് ദൈവം. നമ്പർ 4 2 കൊരിന്ത്യർ ലേഖനം 4-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 4 സ്തോത്രം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് മറ്റൊരു കഴിവ് എങ്കിലും ഈ അത്യന്ത ശക്തി സ്തോത്രം ഞങ്ങളുടെ സ്വന്തം എന്നല്ല എന്ന് ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നത് എങ്കിലും സ്തോത്രം ഞങ്ങൾ അവിടെ വർദ്ധിപ്പിക്കുന്നവൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞങ്ങൾ സ്തോത്രം 8 വാക്യം തന്നെ, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. 9 വാക്യം ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. 10 വാക്യം യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മറ്റൊരു കഴിവാണ് ഈ മേലെ എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ. എനിക്ക് വിവരിക്കണമെന്നുണ്ട്. ഇതെല്ലാം ഒന്നിനു പിറകെ ഒന്നായി വീഴുകയാണ്. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചതുപോലെ ഒന്നിനു പിറകെ ഒന്നായി ഓരോ പ്രശ്നം വന്നിട്ട് സ്തോത്രം യേശു കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഞങ്ങൾ നശിക്കാൻ അനുവദിക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ കഴിവ്. നശിക്കാൻ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, വീണ്ടും ഏത് പുസ്തകം പറയുന്നു? എഫെസ്യ ലേഖനം 3-20 വാക്യം. എഫെസ്യ ലേഖനം 3 അതിൻ്റെ 20 വാക്യം. എഫെസ്യർ 3:20 പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിപ്പാൻ ശക്തിയാൽ കഴിയുന്നവന്. ദൈവത്തിൻ്റെ കഴിവെന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാൽ നാം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിയുന്നവൻ. ഒരിക്കൽ കൂടെ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് കിട്ടി എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ചെറിയ പാത്രമായിപ്പോയി.
ഞാൻ ഈ ഗ്ലാസും എടുത്താണ് പ്രാർത്ഥിച്ചത്, ഇതിനൊന്ന് നിറയ്ക്കണമേ, ഇതിനൊന്ന് നിറയ്ക്കണമേ, ഇതിനൊന്ന് നിറയ്ക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറിയ പാത്രത്തിലല്ല എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി, ഈ ചെറിയ ഗ്ലാസ്സിലല്ല മറുപടി വന്നേ, വലിയൊരു ടാങ്കിലാണ് മറുപടി വന്നത്. അതിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത് പോലെയല്ല, ചിന്തിക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ അപ്പുറമായിട്ടാണ് ദൈവത്തിൻ്റെ മറുപടി നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കഴിവ് നീ ചോദിക്കുന്ന അവസാനം നമുക്ക് തന്നെ ക്ഷയം തോന്നുക, അയ്യോ ഞാൻ വിശ്വസിച്ചത് ചെറുതായിപ്പോയി, എൻ്റെ പ്രാർത്ഥന ചെറുതായിപ്പോയി. ഞാൻ നിങ്ങളെ നോക്കി വാണിംഗായി പറയട്ടെ, ഞാൻ നിങ്ങളെ ഷോക്ക് ചെയ്ത് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ചെറുതാണ്, അതിൻ്റെ മറുപടി എപ്പോഴും വലുതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ചെറുതാണ്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രതീക്ഷകൾ ചെറുതാണ്, അതിൻ്റെ സ്തോത്രം മറുപടി എപ്പോഴും വലുതാണ്. വീണ്ടും 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ കാപ്പാൻ അവൻ ശക്തനെന്ന് സ്തോത്രം അതേ തിരുവചനം പറയുന്നു. 2 തിമോഥെയോസിൻ്റെ ലേഖനം ഐ തിങ്ക് 1-ാം അധ്യായം 2 തിമോഥെയോസ് 1:15 സ്തോത്രം അതെ 2 തിമോഥെയോസ് 1:15 2 തിമോഥെയോസ് 1:12 1:12 സ്തോത്രം അതെ 1:12 2 തിമോഥെയോസ് 1:12 അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. 2 തിമോഥെയോസ് 1:12 അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. അവസാന നാൾ വരെ നമ്മെ സൂക്ഷിപ്പാൻ ആർക്ക് ശക്തിയുണ്ട്? ആർക്ക് കഴിവുണ്ട്? ദൈവത്തിന് ശക്തിയുണ്ട്. ധൈര്യമായിരിക്കണം. അയ്യോ മക്കളെ കയ്യിൽ വീണ് പോകുമോ? മരുമക്കൾ എന്നെ നോക്കുമോ? അവസാനം ഹോസ്പിറ്റൽ കൊടുക്കാൻ പൈസ ഉണ്ടോ? ഓ സ്തോത്രം. അയ്യോ എൻ്റെ കാലിന് ഇങ്ങനെ പറ്റുമോ? എൻ്റെ ശരീരത്തിന് അങ്ങനെയാകുമോ? ഒരു ചുക്കും ഉണ്ടാകത്തില്ല. അണഞ്ഞു പോകാത്ത ദീപം പോലെ ഇന്നത്തെക്കാൾ മൂന്നാമതൊരിക്കൽ കൂടെ, ഇന്നത്തെക്കാൾ നമ്മുടെ നാളുകളെ കുറച്ചുകൂടെ ബെറ്റർമെൻ്റായി സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. പൗലോസ് ഇത് എഴുതിയ പൗലോസ് ആരുടെ കയ്യിൽ കിടന്നു? ആരുടെയും കയ്യിൽ കിടന്നില്ല. സ്തോത്രം. അതെ, പടയാളികൾ വന്നു, വിളിച്ചിട്ട് പോയി, ഒറ്റവെട്ട് തല പോയി, ദാറ്റ്സ് ഓൾ. അല്ലാതെ തീമോഥെയോസും താങ്ങിയില്ല, സ്തോത്രം അതെ തീത്തോസും താങ്ങിയില്ല, തലവെട്ടി പോയി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേദന അറിയാതെ മരിച്ചു. ആ ദിവസം വരെ എന്നെ കാപ്പാൻ ശക്തൻ. പത്രോസ് അങ്ങനെയല്ല, തല കീഴായി ക്രൂശിക്കപ്പെട്ടു, കുറച്ച് അനുഭവിച്ചാ പോയത്. അന്ത്രയോസും എക്സാകൃതി ക്രൂശിക്ക് കടന്ന് കുറച്ച് അനുഭവിച്ചാ പോയത്. യോഹന്നാനും 96 മറ്റോ മരിച്ചെന്ന് പറഞ്ഞാൽ തിളച്ച എണ്ണയെ മുക്കിയപ്പോൾ നാച്ചുറലി ചിലപ്പോൾ എന്തെങ്കിലും പൊള്ളലോ വേദനകളോ ഒക്കെ അനുഭവിച്ചു കാണും. പക്ഷേ പൗലൂസിൻ്റെ സ്തോത്രം മരണം തലവെട്ടി കൊല്ലപ്പെട്ടു. തലവെട്ടി ആരെങ്കിലും മരിക്കുമോ? തലവെട്ടിയാൽ ആർക്കെങ്കിലും വേദനിക്കുമോ? തലവെട്ടി പുള്ളി പോയി, ദാറ്റ്സ് ഓൾ. അതിനർത്ഥം ഇന്നലകളിൽ സ്തോത്രം കുറേ പുള്ളി അനുഭവിച്ചതാണ്, ഇന്നലകളിൽ കുറേ വേദന അനുഭവിച്ചതാണ്. ഇന്നലകളിൽ കുറേ വേദന അനുഭവിച്ചവരെ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് വേദനയല്ല, ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന വേദന ഇല്ലാതെ നിങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്ലീസ് സ്തോത്രം മനസ്സിലാക്കണമേ, ആ ദൈവദാസൻ വിശ്വസിച്ചതുപോലെ അവൻ എൻ്റെ ഉപദേതി, ആ ദിവസം വരെ എന്നെ സൂക്ഷിക്കും. അത്രയേ ഉള്ളൂ. 68-ാമത്തെ വയസ്സിലെ മറ്റുമാണ് പൗലോസ് രക്തസാക്ഷിയായത്. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു തീർത്തു. എങ്ങനെയാണ് പുള്ളി പറഞ്ഞത്? ഞാൻ നല്ല പോര് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട് എന്നല്ല പുള്ളി പറഞ്ഞത്. ഞാൻ നല്ല പോര് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു. എന്നിട്ട് പുള്ളി പോയി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ഇനി പരീക്ഷയ്ക്ക് അവിടുമ്പോഴോ എബ്രായ ലേഖനം 2:18 വായിക്കുമ്പോൾ സഹായിപ്പാൻ ശക്തിയുള്ളവൻ എബ്രായ 2:18 വായിക്കുമ്പോൾ സ്തോത്രം അതേ വേദപുസ്തകം പറയുന്നു, താൻ തന്നെ പരീക്ഷിക്കുന്നതിനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പരീക്ഷ കടന്നു വരുമ്പോൾ യേശുവേ പരീക്ഷയാണേ, ഹല്ലേലൂയ, പരീക്ഷയിൽ വീണു പോകല്ലേ, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ സ്തോത്രം ആ പരീക്ഷകളിൽ നിന്ന്, ടെംപ്റ്റേഷനിൽ നിന്ന് നമ്മെ വിടിവിപ്പാൻ കർത്താവ് ശക്തിയുള്ളവനാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, സ്തോത്രം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തവൻ പരീക്ഷയിൽ വീഴുന്നു, പ്രാർത്ഥിക്കുന്നവൻ പരീക്ഷകളെ ജയിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അഗൈൻ എബ്രായർ 7:15 അവൻ പൂർണ്ണമായി രക്ഷിക്കുന്നു,
സഹായിക്കുന്നു, സൂക്ഷിക്കുന്നു, അതേ സ്തോത്രം ചെയ്യുന്നു, അതുപോലെ നമ്മെ സ്തോത്രം പരിപാലിക്കുന്നു. എന്തെല്ലാം കാര്യമാണ് കർത്താവ് ചെയ്യുന്നത് നോക്കിയേ. അതുപോലെ പൂർണ്ണമായി രക്ഷിക്കുന്നു. 7:25 സ്തോത്രം. എബ്രായർ 7:25 അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ദൈവത്തിൻ്റെ പ്രാപ്തിയായി ഇതാ പറയുന്നത്. അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ. He is able to save us uttermost. He is able to save us completely. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവം പ്രാപ്തനാകുന്നു. സ്തോത്രം. അതേ കർത്താവ്, ഞാൻ ആ ലിസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കട്ടെ. എന്തൊക്കെയാണ്? സ്തോത്രം. വിടുവിക്കുന്നു, ഉളവാക്കുന്നു, നിറവേറ്റുന്നു, ജീവിപ്പിക്കുന്നു, ചെയ്യുന്നു, സൂക്ഷിക്കുന്നു, സഹായിക്കുന്നു, രക്ഷിക്കുന്നു. അതേ കർത്താവ് നിങ്ങൾ തകർന്നു പോകാതെ അവൻ്റെ മഹിമാ സന്നിധിയിൽ നിങ്ങളെ നിർത്തുന്നു. ഹല്ലേലൂയ. 9 കാര്യം ഞാൻ പറഞ്ഞു അല്ലേ? സ്തോത്രം. അവൻ്റെ മഹിമാ സന്നിധിയിൽ നിർത്തുന്നു. നിർത്താൻ പ്രാപ്തിയുള്ളവന്, മറന്നു പോകല്, പ്രാപ്തനായ കർത്താവ്. നിങ്ങൾക്ക് പ്രാപ്തി കാണത്തില്ല, നിങ്ങളുടെ സംഘടനയ്ക്ക് പ്രാപ്തി കാണത്തില്ല, നിങ്ങളുടെ പാസ്റ്ററിന് പ്രാപ്തി കാണത്തില്ല. സ്തോത്രം. ഇതൊക്കെയാണ് ആൾക്കാർ സൈഡിലാണ് നോക്കുന്നത്. എന്നാൽ മേലെ നോക്കിയാട്ടെ, കർത്താവ് സകലതരം പ്രാപ്തനാണ്. വിടിപ്പിപ്പാൻ പ്രാപ്തനാണ്, ഉളവാക്കാൻ പ്രാപ്തനാണ്, നിറവേറ്റാൻ പ്രാപ്തനാണ്, ജീവിപ്പിപ്പാൻ പ്രാപ്തനാണ്, ചെയ്യുവാൻ പ്രാപ്തനാണ്, സൂക്ഷിപ്പാൻ പ്രാപ്തനാണ്, സഹായിപ്പാൻ പ്രാപ്തനാണ്, രക്ഷിപ്പാൻ പ്രാപ്തനാണ്. കളങ്കമറ്റവരായി ആനന്ദത്തോടെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ അവൻ പ്രാപ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവകൃപയാൽ സ്തോത്രം അതേ വർഷങ്ങളായി ഇതുപോലെയുള്ള ബുധനാഴ്ചകളുടെ ബൈബിൾ സ്റ്റഡി സ്തോത്രം എടുത്തു വന്നു. ആദ്യം ചൊവ്വാഴ്ചയായിരുന്നല്ലോ. അന്ന് ആളുകളിൽ സീരീസായി പ്രസംഗിച്ചത് നമ്മൾ തീർത്തതായ പുസ്തകം യൂദാലേഖനം നമ്മൾ തീരുകയാണ്. ആദ്യം തീർത്തത് അപ്പോസ്തലപ്രവൃത്തി. 3.5 വർഷം അത് പ്രസംഗിച്ചു. 3.5 വർഷം അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം പഠിപ്പിച്ചു. കാരണം ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ജീവിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിലാണ്. ലിറ്ററലി ദൈവകൃപയാൽ സ്തോത്രം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അപ്പോസ്തല പ്രവൃത്തി ആവർത്തിക്കപ്പെടുന്നത് സ്തോത്രം ആയിരക്കണക്കിന് പ്ലാറ്റ്ഫോമുകളിൽ ദൈവകൃപയാൽ ഞാൻ കാണുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിച്ചത് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിച്ചത് റോമാലേഖനമാണ് പഠിപ്പിച്ചത്. റോമാലേഖനം അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിച്ചത് സ്തോത്രം അതേ 1 തെസ്സലോനിക്ക ലേഖനം പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിച്ചത് യാക്കോബിൻ്റെ ലേഖനമാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം തീർത്തത് യൂദാ ലേഖനമാണ് തീർത്തത്. സ്തോത്രം. പുതിയ നിയമത്തിൻ്റെ 5ാമത്തെ പുസ്തകമാണ് ഇന്ന് രാത്രി നമ്മൾ ബൈ പറയുന്നത്. പക്ഷേ അവസാനമായി നിർത്തുമ്പോൾ നോക്കണമേ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, നമുക്ക് പറയാം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ ഒരു ദിവസം തമ്പുരാൻ നിർത്ത്. അന്ന് കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി ആ പ്രത്യേക ശുഭ്രവസ്ത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുഞ്ഞാടിൻ്റെ പാട്ടോടെ നമ്മൾ നിൽക്കുകയാണ്. പെർസിക്യൂട്ടഡ് ക്രിസ്ത്യൻസിന് അതേ പീഡയിലൂടെ വരുന്നവർക്ക് ഒരു കുരുത്തോല മാത്രമേ ഉള്ളപ്പോൾ അവർക്ക് ഇല്ലാത്തതായ അങ്കി നമുക്കുണ്ട്, അവർക്കില്ലാത്ത പാട്ട് നമുക്കുണ്ട്, അവർക്കില്ലാത്ത കുഞ്ഞാടിൻ്റെ സാമീപ്യം നമുക്കുണ്ട്. എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് ദുഃഖിച്ചും പുലമ്പിയുമല്ല നിൽക്കുന്നത്, ആനന്ദത്തോടെ നിൽക്കുകയാണ്. ആനന്ദത്തോടെ. വെളിപ്പാട് 21 പറയുന്നു, അവൻ താൻ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുക. ദൂതനെ ഗബ്രിയേലേ വാ, ആ ടിഷ്യൂ എടുത്ത് എവളെ കണ്ണിൽ നിന്ന് അവൻ്റെ കണ്ണിൽ നിന്നും ആ കണ്ണുനീര് തുടയ്ക്ക് എന്നല്ല പറയുന്നത്. ആണിപ്പടുത്തുള്ള കർത്താവ് തന്നെ ദൈവത്തിന് വേണ്ടി ഓടിയവരെ, അധ്വാനിച്ചവരെ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് അവൻ തന്നെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ആനന്ദത്തോടെ നിങ്ങൾ നിൽക്ക്. ഹല്ലേലൂയ. അവൻ നിർത്തുകയാണ്, നമ്മൾ നിൽക്കുകയല്ല. അവൻ നമ്മെ നിർത്തുകയാണ്, അവൻ നമ്മെ നിൽക്കുകയല്ല. നമ്മൾ സ്റ്റംബിൾ ചെയ്യുമ്പോൾ, നമ്മൾ ഇടറിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ വീഴാൻ സാധ്യതയുള്ളപ്പോൾ വീണു പോകാതെ ഇതുവരെയും ദൈവം നിർത്തിയെങ്കിൽ നാളെയും ദൈവം നമ്മെ നിർത്തുന്നു. ഒരിക്കൽ നമ്മെ വിടുവിച്ച് തൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ കഴുകി നമ്മുടെ പാപങ്ങളെ കടലിൽ എറിഞ്ഞു കളഞ്ഞ്, burying at the bottom of the sea, ആഴക്കടലിൽ ഇട്ടുകളഞ്ഞവനായ കർത്താവ് അത്ഭുതകരമായി അവൻ്റെ മഹിമാ സന്നിധിയിൽ നമ്മെ നിർത്തുകയാണ്. സ്തോത്രം. അതിൻ്റെ ആരംഭം വന്ന് പൊതുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞ് മുന്നറിയിപ്പിൻ്റെ ലേഖനമായി തുടങ്ങിയെങ്കിൽ അവസാന മഹത്വത്തിൽ ദൈവകൃപയാൽ ഇതാ സ്തോത്രം നിർത്തുകയാണ്. പ്രശ്നം പറഞ്ഞാണ് ആ ലേഖനം ആരംഭിച്ചത്. പക്ഷെ പ്രശ്നം പറഞ്ഞു തുടങ്ങിയത് അവസാനം മഹത്വത്തിൽ അവസാനിക്കുകയാണ്. പ്രശ്നം പറഞ്ഞായിരിക്കും ചർച്ചയിൽ നിങ്ങൾ വന്നത്, പക്ഷെ നിങ്ങളുടെ ആത്മീയ ജീവിതം ചെന്നെത്തുന്നത് കർത്താവിൻ്റെ മഹത്വത്തിലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ
നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല അപ്പച്ച വന്നിരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. സ്തോത്രം. അതെ, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ദിവസങ്ങളും സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഇതാ ഞാനും എനിക്ക് തന്ന മക്കള്. ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. സ്തോത്രം. അതെ, ഞാനും എനിക്ക് തന്ന മക്കള് വീഴാതെ വണ്ണം നിങ്ങൾ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ